الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فهو المهتد ومن يضلل فلن تجد له وليا مرشدا وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن سيدنا ونبينا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل وسلم وبارك على سيدنا محمد وعلى آل محمد كما صليت وسلمت وباركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إنما المؤمنون الذين آمنوا بالله ورسوله ثم لم يرتابوا وجاهدوا بأموالهم وأنفسهم في سبيل الله أولئك هم الصادقون صدق الله مولانا العظيم وصدق وبلغ نبيه الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين قال سيدنا وشفيعنا محمد صلى الله عليه وسلم خيار عباد الله الذين إذا رؤوا ذكر الله يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم ثم الرضا عن أبي بكر وعن عمر وعن علي وعن عثمان ذي الكرم سعد سعيد زبير طلحة وأبي عبيدة وابن عوف الناشر الكرم. ഏറ്റവും ആദരണീയനായ വേദിയെ അലങ്കരിച്ച സാദാത്തുക്കളെ, ബഹുമാനപ്പെട്ട ഉലമാക്കളെ, ഉമറാക്കളെ, നല്ലവരായ ഈ ഉറൂസ് മുബാറക്കിന്റെ പ്രവർത്തകന്മാരെ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹു നമ്മുടെ ഈ സദസ്സ് അവൻ പൊരുത്തപ്പെട്ട സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാവട്ടെ. ഈ പുണ്യ സദസ്സിന്റെ ബറക്കത്തുകൊണ്ടും നാം സ്മരിക്കുന്ന മഹാനവറുകളുടെ ഹക്കുകൊണ്ടും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ സർവ്വദോഷങ്ങളും അല്ലാഹു വിട്ടുപുറത്ത് മാഫാക്കി തരുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരിച്ചുപോയവരുടെ കബറിനെ മാറ്റുമാറാവട്ടെ. നമ്മുടെ മനസ്സിലുള്ള എല്ലാ ഹലാലായ മുറാദുകളും അല്ലാഹു ഹാസിലാക്കി തരുമാറാവട്ടെ. എല്ലാ രോഗങ്ങളും ശിഫയാക്കി തരുമാറാവട്ടെ. മരിക്കുന്ന സമയത്ത് പരിപൂർണ മുഅ്മിനായ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി മരിക്കുന്ന ഉത്തമ മുത്തഖീങ്ങളിൽ നമ്മെ എല്ലാവരെയും അല്ലാഹു ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ബഹുമാനികളെ, സമയം വളരെ പരിമിതമാണ്. അല്ലാഹുവിന്റെ മഹാനായ സൂഫിയാക്കളിൽപ്പെട്ട തരീഖത്തിന്റെ ഷെയ്ഖായ ബഹുമാനപ്പെട്ട ഏലംകുളം ബാപ്പു മുസ്ലിയാർ മഹാനവറുകൾ ഏതാനും നിമിഷങ്ങൾക്കകം ഇവിടെ എത്തിച്ചേരും. അദ്ദേഹം വരുന്നതുവരെയുള്ള പരിമിതമായ സമയമാണ് ഞാൻ നിങ്ങളെ അഭിമുഖീകരിക്കുക. അതുകൊണ്ട് തന്നെ ആമുഖങ്ങളൊക്കെ ഒഴിവാക്കുകയാണ്. ഒരുപാട് വിഷയങ്ങൾ ഇവിടെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ടാകും. അല്പസമയം നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹഖ് പോലെ പറയാനും കേൾക്കുവാനും ജീവിതത്തിൽ പകർത്തുവാനും നമുക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. നേരത്തെ വലിയുദ്ദീൻ ഫൈലി ഉസ്താദ് പറഞ്ഞതുപോലെ ഈ മജ്ലിസിൽ കിട്ടുന്ന ഓരോ സെക്കൻഡുകളും വിലമതിക്കാൻ കഴിയാത്തതാണ്, നഷ്ടപ്പെട്ട തിരിച്ചു പിടിക്കാൻ കഴിയാത്തതാണ്. ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ് ആ മഹാനെ
സ്മരിക്കപ്പെടുന്ന സദസ്സാണ്. ബഹുമാനപ്പെട്ടവരെ സംബന്ധിച്ചറിയാത്തവരായി കേരളത്തിൽ ആരും ഉണ്ടാവില്ലെന്നുറപ്പാണ്. കണ്ണിയത്ത് എന്ന നാമം അത്ര പ്രസിദ്ധമാണ്. അദ്ദേഹത്തിന്റെ പ്രത്യേകതകളൊക്കെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ധാരാളം ഇവിടെ ചർച്ച ചെയ്തിട്ടുണ്ട്. വലിയ പ്രഭാഷകനായതുകൊണ്ടല്ല അദ്ദേഹം ഇത്രയേറെ അറിയപ്പെട്ടത്. ഇന്ന് പലപ്പോഴും വലിയ പ്രഭാഷകന്മാരെ ലോകം മുഴുവനും അറിയപ്പെടാറുണ്ട്. അതുകൊണ്ടല്ല, അദ്ദേഹത്തിന്റെ അടിയുറച്ച വിശ്വാസവും ജീവിതത്തിൽ അദ്ദേഹം വെച്ചു പുലർത്തിയ സൂക്ഷ്മതയുമാണ് കേരളത്തെ ഏറെ ആകർഷിച്ചത്. ചെറുതും വലുതുമായ കാര്യങ്ങളിൽ അങ്ങേയറ്റത്തെ സൂക്ഷ്മത പാലിച്ച മഹാൻ. അതാണ് ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ ഒരു വലിയ പ്രത്യേകത. ആലിമാണ്, മുഹഖിഖാണ്. അതിലേറെ അദ്ദേഹത്തിന്റെ വറാഅ്. ഇന്ന് വറാഅ് എന്ന് പറയുന്നത് അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞിട്ടുണ്ട്, ലാ തഖൂമു സ്സാഅത്തു ഹത്താ യകൂനൽ വറഉ തസന്നുഅൻ. വറാഅ് എന്ന് പറയുന്നത് ഒരു നാടകമാകുന്ന കാലം വരാതെ ഖിയാമത്ത് നാൾ ഉണ്ടാവില്ല. അതൊരു അഭിനയം മാത്രമായിരിക്കും. അങ്ങനത്തെ ഒരു കാലഘട്ടം വരും, എന്നിട്ട് ഖിയാമത്ത് നാൾ ഉണ്ടാവും. സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ അടിയുറച്ച ഈമാൻ. ഒന്നിലും അദ്ദേഹത്തിന് സംശയങ്ങളുണ്ടായിരുന്നില്ല. അദ്ദേഹം എന്തു പറഞ്ഞാലും അത് യഖീനാണ്, ഉറപ്പാണ്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുന്നൊരു വലിയ നിയമത്താണ്. നമുക്കൊക്കെ എപ്പോഴും എന്തു പറയുമ്പോഴും അത് ചെറിയൊരു സംശയങ്ങളുണ്ടാവും. ഒരു ചെറിയ സംശയം വരാം. ഈ സംശയമാണ് നമ്മളെ ഇബാദത്തു നിന്നൊക്കെ പിറകോട്ട് പിടിച്ചു വലിക്കുന്നത്. യഖീൻ ഉണ്ടാകുമ്പോൾ എല്ലാം ഉണ്ടാകും. ഒരു മനുഷ്യന് ഏറെ വേണ്ടത് അവന്റെ വിശ്വാസ കാര്യങ്ങളിൽ അടിയുറച്ച വിശ്വാസമാണ്. അതിൽ ലവലേശം സംശയം ഉണ്ടാവാൻ പാടില്ല. ഞാൻ ഓതിയ ആയത്ത്, ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ആമനൂ ബില്ലാഹി വറസൂലിഹി സുമ്മ ലം യർതാബു. യഥാർത്ഥ മുഅ്മിനീങ്ങൾ ആരാണ്? അല്ലാഹുവിലും അല്ലാഹുവിന്റെ റസൂലിലും വിശ്വസിക്കുകയും സുമ്മ ലം യർതാബു, പിന്നെ ലവലേശം സംശയിക്കാതിരിക്കുകയും ചെയ്തവരാണ്. സുമ്മ ലം യർതാബു, പിന്നെ അവർക്ക് സംശയമേ ഉണ്ടായില്ല. അവര് മാത്രമാണ് സത്യസന്ധന്മാർ എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. എന്താണ് ഈ യഖീൻ? ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുമുണ്ട്, നിങ്ങൾ എല്ലാ ആലിമീങ്ങളെയൊന്നും പിറകെ നടക്കരുത്, എല്ലാ ആലിമീങ്ങളുടെ മജ്ലിസിലും നിങ്ങൾ ഇരിക്കുകയും ചെയ്യരുത്. ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി തങ്ങൾ പറയാണ്, ലാ തജ്ലിസു ഇൻദ കുല്ലി ആലിമിൻ ഇല്ല അല്ലദീ യദ്ഊകും മിനൽ ഖംസി ഇലൽ ഖംസ് ശഫീഉനാ റസൂലുള്ളാഹ്. ലാ തജ്ലിസു ഇൻദ കുല്ലി ആലിമിൻ, നിങ്ങൾ എല്ലാ ആലിമിന്റെ സദസ്സിലും പോയിരിക്കരുത്, അതുകൊണ്ട് നിങ്ങൾക്ക് പ്രയോജനം കിട്ടൂല. എല്ലാ ആലിമിന്റെ മജ്ലിസിലും നിങ്ങൾ ഇരിക്കരുത്. അറിവുള്ളവരൊക്കെ ആലിമീങ്ങളാണ്, പക്ഷേ അവർ മുഴുവനും നിങ്ങൾക്ക് നേർവഴി കാണിച്ചു തരാൻ പറ്റുന്നവരാവണമെന്നില്ല. അവരൊക്കെ ജീവിതത്തിൽ വിശുദ്ധി കാത്തു സൂക്ഷിക്കുന്നവരാവണമെന്നില്ല. അവരൊക്കെ സൂക്ഷ്മത പാലിക്കുന്നവരാവണമെന്നില്ല. അല്ലാത്ത ആളുകൾക്ക് നിങ്ങൾക്ക് നേരായ മാർഗം കാണിച്ചു തരാൻ പറ്റില്ല. അതുകൊണ്ട് മുത്തുനബി പറയുകയാണ്, ലാ തജ്ലിസു ഇൻദ കുല്ലി ആലിമിൻ, എല്ലാ ആലിമിന്റെ മജ്ലിസിലും നിങ്ങൾ പോയിരിക്കരുത്. ഇല്ലല്ലദീ യദ്ഊകും മിനൽ ഖംസി ഇലൽ ഖംസ്, അഞ്ചിൽ നിന്ന് അഞ്ചിലേക്ക് നിങ്ങളെ നയിക്കുന്ന പണ്ഡിതന്റെ അടുക്കലല്ലാതെ, 5 അവസ്ഥയിൽ നിന്ന് 5 അവസ്ഥയിലേക്ക് നിങ്ങളെ കൈപിടിച്ചുയർത്തുന്ന പണ്ഡിതന്മാരുടെ അടുക്കലല്ലാതെ ഇരിക്കരുത്. അതിലൊന്നാമത് പറഞ്ഞെന്താണെന്നറിയോ? മിനശ്ശക്കി ഇലൽ യഖീൻ, സംശയങ്ങളുടെ ലോകത്തിൽ നിന്ന് ഉറപ്പിന്റെ ലോകത്തേക്ക് നിങ്ങളെ നയിക്കുന്ന പണ്ഡിതന്മാർ. ഉറപ്പ്, ശക്കിൽ നിന്ന് യഖീനിലേക്ക്, ഒരിക്കലും സംശയമില്ലാത്ത ഉറപ്പുള്ള ലോകത്തേക്ക്, ഉറപ്പുള്ള വിശ്വാസത്തിലേക്ക് നിങ്ങളെ നയിക്കുന്ന പണ്ഡിതന്മാർ. ആ പണ്ഡിതന്മാരെ കൂടെ ഇരുന്നാൽ യഖീന് വരും. കണ്ണിയത്ത് ഉസ്താദിനോട് എന്തെങ്കിലും ചോദിച്ചാൽ പിന്നെ ആർക്കെങ്കിലും അതിൽ സംശയം ഉണ്ടാവും. അദ്ദേഹം പറഞ്ഞാൽ ആ പറഞ്ഞത് തന്നെ, അതിലപ്പുറം കേരളം സംശയിച്ചിട്ടില്ല.
എന്തുകൊണ്ടാണ്? അദ്ദേഹത്തിന്റെ വിശ്വാസത്തിന്റെ ദൃഢത അത്ര കടുപ്പമാണ്. ശക്കിൽ നിന്ന് യഖീനിലേക്ക്, സംശയത്തിൽ നിന്ന് ഉറപ്പിലേക്ക് നിങ്ങളെ നയിക്കുന്ന പണ്ഡിതൻ അതുണ്ടെങ്കിൽ എല്ലാം ഉണ്ടാവും. ഞാൻ ചെറിയ ഉദാഹരണം പറയാം. ഞാനിടയ്ക്ക് ഒരു സൈക്കോളജിസ്റ്റിന്റെ പുസ്തകം വായിച്ചപ്പോൾ എന്ന് മനസ്സിലായൊരു സംഭവം. യഖീൻ എന്താണ് ഈ യഖീൻ നിങ്ങൾക്ക് എങ്ങനെ പഠിപ്പിച്ചു തരും, എങ്ങനെ മനസ്സിലാക്കി തരുമെന്നറിയാം. യഖീൻ വളരെ അനിവാര്യമായ, ഒരിക്കലും സംശയം, നമുക്ക് എപ്പോഴും സംശയം ഉണ്ടാവും. അപ്പൊ നിങ്ങളൊരു ഒരു സുന്നത്ത് നോമ്പ് നോൽക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഇബാദത്ത് ചെയ്യുകയാണെങ്കിൽ, അപ്പ ആരെങ്കിലും ഒരാൾ പറയും അങ്ങനെ ഒരു നോമ്പുണ്ടോ എന്ന് ചോദിച്ചാൽ മതി, നമ്മൾ വിശ്വാസമായി, എന്നാ അവിടെക്കട്ടെ, കൊല്ലം നോൽക്കണ്ട, അല്ലേ? ഒരു നിസ്കാരം, ഒരു തസ്ബീഹ് നിസ്കാരം നമ്മൾ നിസ്കരിക്കാൻ തീരുമാനിച്ചാൽ ആരെങ്കിലും ഒരാൾ ചോദിച്ചാൽ മതി അങ്ങനെ ഒരു നിസ്കാരം ഉണ്ടോ, അപ്പൊ നമുക്ക് സംശയമായി. ആ ഇബാദത്ത് ചെയ്യാനുള്ള ബലം നമുക്ക് കുറഞ്ഞു. മാത്രമല്ല, അങ്ങനെ ചോദിക്കുന്ന ആളുകളുടെ ചോദ്യത്തിനായിരിക്കും കൂടുതൽ ജനങ്ങൾ ആകർഷണം ഉണ്ടാകും, അല്ലേ? വിദ്യാർത്ഥി പറയുന്ന ആളുകൾ, പിഴച്ച വാദം പറയുന്ന ആളുകൾ, അവരുടെ സംസാരം ആകർഷിക്കുന്നു. വളഞ്ഞതിനൊക്കെ, പൈശാചികത്വത്തിനൊക്കെ ഒരാകർഷണമുണ്ട്. അതിലൊക്കെ പിശാചിന്റെ മധുരം ചേർക്കലുണ്ട്. അതിന് ഏറ്റവും നല്ല മറുപടി നാട്ടിക മൂസ മുസ്ലിയാർ അവർ അല്ലാഹു മർഹദ മഹാനവർകളോട് ഒരിക്കൽ ചോദിച്ചിരുന്നു, ഈ ബിദ്അത്തുകാരുടെ പ്രസംഗം കേൾക്കുമ്പോൾ ജനങ്ങൾ പെട്ടെന്ന് ബിദ്അത്ത് മുബ്തദിയാവുന്നുണ്ടല്ലോ, അല്ലേ? എന്നാൽ സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാരുടെ പ്രസംഗം കേൾക്കുമ്പോൾ അത്ര സ്പീഡിൽ സുന്നിയാവാത്ത എന്തുകൊണ്ടാണ്? ഒരു പുത്തനാൻ ശേഖരന്റെ പ്രസംഗം 1-2 വട്ടം കേട്ടാൽ ആ കേട്ടോന് പെട്ടെന്ന് മനസ്സിൽ മാറ്റം വരും, അല്ലേ? ഒരു സുന്നിന്റെ പ്രസംഗം കേട്ടാൽ അത്ര മാറ്റം വരും. എന്തുകൊണ്ടാണ് അതെന്ന് ചോദിച്ചു. അദ്ദേഹത്തിന് മറുപടി വളരെ കൃത്യമായിരിക്കുമല്ലോ. അദ്ദേഹം പറഞ്ഞു, രോഗം പകരും, ആരോഗ്യം പകരൂല. വിദേഹത്തൊരു തരം രോഗമാണ്. ആ രോഗം പെട്ടെന്ന് മറ്റുള്ളവർക്ക് പകരും. അതിന് നമ്മളൊന്നും ചെയ്യേണ്ടതില്ല, അവിടെ പോയി ഇരുന്ന് കൊടുത്താൽ മതി. ആരോഗ്യം വേറൊരാളിലേക്ക് പകരൂല എന്ന് പറഞ്ഞതുപോലെ ഈ ശക്ക് എന്താണ്, സംശയം എന്താണ്? ഈ സംശയം ഉണ്ടാകുമ്പോൾ ഇബാദത്തിലൊക്കെ നമ്മൾ പിറകോട്ട് പോകും, ഒന്നും ഭംഗിയെ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഒരു ഗുരുനാഥൻ ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുക്കുകയാണ് യഖീൻ എന്താണ് എന്നതിനൊരു നല്ല ഉദാഹരണം, ഉറപ്പ്. ആ ഉറപ്പിന്റെ ഉദാഹരണം പറഞ്ഞു കൊടുക്കുന്ന എങ്ങനെ? നിങ്ങൾ നയാഗ്ര വെള്ളച്ചാട്ടം ലോകത്തൊരു വലിയ അത്ഭുതം. ആ വെള്ളച്ചാട്ടത്തിന്റെ മുകളിലൂടെ ഒരു മലയിൽ നിന്ന് മറ്റൊരു മലയിലേക്ക് ഒരു കയറ് വലിച്ചു കെട്ടി. ചിന്തിക്കാൻ പോലും കഴിയില്ല, അത്രയും ഹൈറ്റിൽ, അത്രയും ദൂരം ഒരു മലന്റെ മുകളിൽ നിന്ന് മറ്റേ മലയിലേക്ക് ഒരു കയറ് വലിച്ചു കെട്ടി. എന്നിട്ടൊരു അഭ്യാസി പറയാണ്, ഞാൻ ഇതിന്റെ മുകളിലൂടെ എന്റെ ബൈക്ക് ഓടിക്കുന്നു. കേട്ടവരൊക്കെ പറഞ്ഞു അത് പിരാന്താണ്, കാരണം ആ കയറുമെന്ന് കീബോർഡ് നോക്കാൻ തന്നെ കഴിയൂല. നയാഗ്ര വെള്ളച്ചാട്ടത്തിന്റെ മുകളിലൂടെ ഒരു കയറ് വലിച്ചു കെട്ടി അതിന്റെ മുകളിലൂടെ ഒരു ബൈക്ക് ഓടിക്കാന്ന് പറഞ്ഞാൽ ചിന്തിക്കാൻ പോലും കഴിയില്ല. കേട്ടവരൊക്കെ പറഞ്ഞത് പിരാന്തനായിരിക്കും, അല്ലെങ്കിൽ സുഖമില്ലാത്ത ആളായിരിക്കും. ഏതായിരുന്നാലും ആ വ്യക്തി പറഞ്ഞ ദിവസം കൃത്യമായിട്ട് വന്നു. ആൾക്കാർ കൂടി, എല്ലാത്തിനും ജനങ്ങൾ കൂടുമല്ലോ. എന്ത് കേട്ടാലും അത് നടക്കുമല്ലേ അറിയാൻ വേണ്ടി ജനങ്ങൾ വരും. ജനങ്ങളെല്ലാം വന്ന് ശ്വാസം മടക്കി പിടിച്ച് നിൽക്കുകയാണ്. ഇയാള് ബൈക്ക് ഓടിക്കോയി കയറുമക്കൂടെ. താഴോട്ട് നോക്കിയാൽ അത്ഭുതമാണ്. പിന്നെ ആ മനുഷ്യനെ തരയാൻ ഫയർ സർവീസിനൊന്നും വിളിക്കേണ്ട ആവശ്യമില്ല, ഒന്നും കിട്ടൂല. അദ്ദേഹം കൃത്യമായി പറഞ്ഞതുപോലെ ആ കയറിന്റെ ഒരു തലക്കെന്ന് മറ്റേ തലവരെ വണ്ടി ഓടിച്ചു. ഒരു കുഴപ്പമുണ്ടായില്ല. ജനങ്ങളോട് ചോദിച്ചു, നിങ്ങൾക്ക് വിശ്വാസമായില്ലേ? ഞാൻ ഭ്രാന്തനല്ല, ഞാൻ കൃത്യമായി ഇത് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ ബോധ്യമായോ? എല്ലാവരും കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്. പക്ഷേ 70% ആളുകളും പറഞ്ഞു ഞങ്ങൾക്ക് വിശ്വാസമായിട്ടില്ല. നിങ്ങൾ കണ്ടില്ലേ? കണ്ടു, പക്ഷെ നടക്കൂല, ഈ സംഭവം നടക്കൂല. ഒരു കയറുമക്കൂറുണ്ടോ ഇത്രയും ദൂരം, അതും ഇത്രയും ഹൈറ്റിൽ വണ്ടി ഓടിക്കലുണ്ടാവില്ല. ഓഹോ, 30% ആളുകൾക്ക് വിശ്വാസമായിട്ടുള്ളൂ, 70% ആർക്കും ഈമാൻ ഉറച്ചില്ല, യഖീന് വന്നില്ല. അദ്ദേഹം പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, ഞാൻ ഒന്നും കൂടി വണ്ടി ഓടിക്കാം, ശ്രദ്ധിച്ചു നോക്കിക്കൊള്ളുവാണ്. അപ്പൊ എല്ലാവരും ഒന്ന് ഉറപ്പ് വരുത്തി, ഞാൻ ഉറങ്ങല്ല, ഞാൻ കാണുകയാണ്. കണ്ണൊക്കെ ഒന്ന് തിരുമ്മി ഒന്ന് ഉഷാറായി നിന്നു. അദ്ദേഹം വണ്ടി തിരിച്ചിങ്ങോട്ട് ഓടിച്ചു. ഇപ്പോഴും നേരിട്ടു. അപ്പോ 60% ആളുകൾ പറഞ്ഞു ഞങ്ങൾക്ക് വിശ്വാസമായി. എന്നാലും 40% ആളുകൾ അത് നടക്കൂല, ഇതിലെന്തോ ഒരു കുട്ടിച്ചാത്തുണ്ട്, ഇതിലെന്തോ ഒരു സേവണ്ട്, അല്ലാതെ ഈ കയറുമ്പോ കൂടെ വണ്ടി ഓടൂല.
40% ആളുകൾക്ക് ഇനിയും വിശ്വാസോ യഖീൻ വന്നിട്ടില്ല. എന്നാൽ ഞാൻ ഒന്നുകൂടി ഓടിക്കാം. അദ്ദേഹം വീണ്ടും വണ്ടി ഓടിച്ചു. 3 വട്ടം ചെയ്തു. ഇപ്പോഴൊന്നും. ഇപ്പൊ 100% ആളും പറഞ്ഞു ഞങ്ങൾക്ക് യഖീനായി. യഖീനായോ? അതെല്ലാവർക്കും ഉറപ്പായി. ഇനി ആർക്കെങ്കിലും വല്ല സംശയവും ഇല്ല? ഉറപ്പല്ലേ? എനിക്ക് കൃത്യമായി ഈ കാറുമക്കൂടെ ഒരു തലക്കന്ന് അങ്ങേ തല വരെ വണ്ടി ഓടിക്കാൻ കഴിയുമെന്നുള്ളത് നിങ്ങൾക്കൊക്കെ ഉറപ്പാണല്ലോ. എല്ലാവർക്കും ഉറപ്പാണ്. എന്നാൽ ഉറപ്പായ സ്ഥിതിക്ക് ഞാൻ 4ാമതൊന്നും കൂടി വണ്ടി ഓടിക്കുകയാണ്. ആരെങ്കിലും ഒരാൾ വന്ന് എന്റെ ബാക്കിലെ സീറ്റിൽ കയറണമെന്നാണ്. ആരില്ല. എല്ലാവർക്കും ഉറപ്പാണ്. പക്ഷെ ബാക്ക് കയറാൻ ആളില്ല. തഹജ്ജുദ് കരിച്ചാൽ കൂലിണ്ടെന്ന് എല്ലാവർക്കും ഉറപ്പാണ്. കരിച്ചാൻ ആളില്ല. തസ്ബീഹ് സ്കരിച്ചാൽ ഇനി ഒന്നിച്ച കൂലിണ്ടെന്ന് ഉറപ്പാണ്. ചെയ്യാൻ ആളില്ല. ഇങ്ങനെ ഏത് കാര്യം വ്യാഴവും തിങ്കളും നോമ്പ് നോറ്റാൽ ദുന്യവിയും ഉഖ്റവിയുമായ ഗുണങ്ങളുണ്ട്. ആരോഗ്യവാനാകും. സൂമു തസിഹു ശഫീഉനാ റസൂലുള്ളാഹ്. സൂമു നിങ്ങൾ നോമ്പ് നോൽക്കുക, തസിഹു നിങ്ങൾ ആരോഗ്യവാന്മാരാവുക. നോമ്പ് നോൽക്കുക, ആരോഗ്യവാന്മാരാവുക. ഭക്ഷണം അമിതമാകുന്നതാണല്ലോ. ഷുഗറും പ്രഷറും കൊളസ്ട്രോളും എല്ലാം. ആഴ്ചക്ക് 2 നോമ്പ് നോറ്റാൽ, അയ്യാമുൽ ബീദിന്റെ നോമ്പ് നോറ്റാൽ അവൻ രോഗം ഉണ്ടാവില്ല. സൂമു തസിഹു നോമ്പ് നോൽക്കുക, ആരോഗ്യവാന്മാരാവുക. ദുന്യാവിൽ ആരോഗ്യം, പരലോകത്ത് വമ്പിച്ച പ്രതിഫലം. വമ്പിച്ച കാര്യമാണ്. ആർക്കും ഇതിൽ സംശയമല്ല. പക്ഷെ ബേക്ക് കയറാൻ ആരുമില്ല. ആ യക്കീനോണ്ട് എന്താ കാര്യം? ആ ഉറപ്പുകൊണ്ട് എന്താ കാര്യം? അതായിരുന്നില്ലല്ലോ. ശരിയായ യക്കീനായിരുന്നില്ലേ കണ്ണിയത്ത് ഉസ്താദ് ഉണ്ടായിരുന്നത്? നമ്മളെ യക്കീന് ഏകദേശം ഇങ്ങനെ വരുന്നില്ലേ? എല്ലാം ഉറപ്പാണ്. പക്ഷെ ബേക്ക് കയറാൻ പറഞ്ഞപ്പോ ആരില്ല. പിന്നിൽ കൂടാൻ ആരുണ്ടാവും. അത് പറ്റില്ല. യക്കീന് വേണം. ആ യക്കീന് മഹാനവറുകളുടെ ഒരു പ്രത്യേകതയാണ്. അതാണ് ആലിമിനുണ്ടാവേണ്ടത്. ആലിമിനുണ്ടാവേണ്ട ഒരു ഗുണമാണ്. പിന്നെ ശക്തി ഇലൽ യഖീൻ. മുത്തുനബി പറയാൻ, സംശയങ്ങളിൽ നിന്ന് നിങ്ങളെ ഉറപ്പിന്റെ ലോകത്തേക്ക് നയിക്കുന്ന, സംശയങ്ങളിൽ നിന്ന് ഉറപ്പിലേക്ക് നയിക്കുന്ന പണ്ഡിതന്റെ കൂടെയല്ലാതെ നിങ്ങൾ ഇരിക്കരുതേ. ശഫീഉനാ റസൂലുള്ളാഹ്. അങ്ങനത്തെ ഒരുപാട് പണ്ഡിതന്മാർ നമുക്കുണ്ടായിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മഹാനായ ശൈഖുന കാളമ്പാടി ഉസ്താദ് നവ്വറല്ലാഹു മർഖദ, അദ്ദേഹം കണ്ണിയത്ത് ഉസ്താദിന്റെ ആ ദറജ അലങ്കരിച്ച പണ്ഡിതനാണ്. കണ്ണിയത്ത് ഉസ്താദിന്റെ തരീഖിലൂടെ സഞ്ചരിച്ച മഹാനാണ്. അദ്ദേഹത്തിന്റെ 2 മക്കള് നിങ്ങൾക്കറിയാമല്ലോ. മലപ്പുറം ജില്ലയിലെ കാട്ടുങ്ങലിൽ വെച്ച് ഒരു വാഹനാപകടത്തിൽ 2 മക്കൾ മരണപ്പെട്ടു. 1998. 17 വയസ്സുള്ളൊരു മകളും 15 വയസ്സുള്ളൊരു മകളും, സൗദ സൈനബ. ആ പ്രായത്തിൽ മക്കളോട് വല്ലാത്ത വാത്സല്യം തോന്നുന്ന പ്രായമാണ്. ഒരു കുട്ടിക്ക് 17 വയസ്സ്, മറ്റൊരു കുട്ടിക്ക് 15 വയസ്സ്. ഈ 2 മക്കൾ ആ വാഹനാപകടത്തിൽ മരണപ്പെട്ടു. ആ വിവരം പട്ടിക്കാട് ദർസ് നടത്തുന്ന ബഹുമാനപ്പെട്ട ശൈഖുനാനോട് പറയാൻ, ആ പറയുന്ന സന്ദർഭത്തിൽ അദ്ദേഹം ദർസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സഹീൽ ബുഖാരി. ഈ വിവരം പറഞ്ഞപ്പോ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, അല്ലാഹുമ്മ ഉജ്ർനി ഫീ മുസീബത്തി വഅഖ്ലിഫ് ലീ ഖൈറൻ മിൻഹാ എന്ന് പറഞ്ഞ് അല്പസമയം നിന്ന് അദ്ദേഹം ബുഖാരി ദർസ് തുടരാൻ. 2 പെൺകുട്ടികൾ മരിച്ചു എന്ന് കേട്ടിട്ട് ആ മനുഷ്യൻ ബുഖാരി പൂട്ടിവെച്ചില്ല, ദർസ് തുടർന്നു. അതും 17ഉം 15ഉം വയസ്സുള്ള 2 കുട്ടികൾ. താൻ രാവിലെ വീട്ടിൽ നിന്ന് വരുമ്പം ആ കുട്ടികൾ വീട്ടിലുണ്ട്. ബുഖാരി പൂട്ടിവെക്കാതെ ക്ലാസ് തുടർന്നു അദ്ദേഹം. അത് സാധാരണ നിർത്തേണ്ട സ്ഥലത്തെത്തി നിർത്തിയതിന്റെ ശേഷം മഹാൻ പറഞ്ഞു, ഇത് സഹീഹുൽ ബുഖാരിയാണ്, അള്ളാഹുവിന്റെ റസൂലിന്റെ വചനങ്ങളാണ്. നമുക്ക് തോന്നുമ്പം തുറക്കാനും തോന്നുമ്പം പൂട്ടാനുള്ളതല്ല. അതിനോടുള്ള ഹുർമത്ത്, ആദരവ് പാലിക്കണം എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം എഴുന്നേറ്റ് വീട്ടിലേക്ക് ചെല്ലുന്നത്. ഞെട്ടിപ്പോയി. അദ്ദേഹത്തിന് എങ്ങനെ ആശ്വസിപ്പിക്കും? 2 മക്കളൊരു വീട്ടിൽ. ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ സമാധാനിപ്പിക്കാൻ വേണ്ടി ചെല്ലുമ്പോൾ ആശങ്കയിലായിരുന്നു. എങ്ങനെ അദ്ദേഹത്തെ സമാധാനിപ്പിക്കും? തങ്ങളെ കണ്ടപാടെ അദ്ദേഹം എഴുന്നേറ്റു. തങ്ങളോട് പറഞ്ഞ വാക്കുണ്ട്, തങ്ങളെ ഒരുത്തിയെ വന്നിട്ടുള്ളൂ, മറ്റോള് വന്നിട്ടില്ല. 2 ആൾ ഒരു വീട്ടിൽ നിന്ന് പോവല്ലേ, ഒരുമിച്ച് പറഞ്ഞേക്കാന്ന് കരുതിയിട്ടാണ് തങ്ങൾ അല്പം ഇരിക്കുമെന്ന്. എന്നാൽ ഒന്നേ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് എത്തിയിട്ടുള്ളൂ, 2ാമത്തെ മയ്യത്ത് എത്തിയിട്ടില്ല. 2 ആളും ഒരു വീട്ടിൽ നിന്ന് പോവല്ലേ, ഒന്നിച്ച് പറഞ്ഞേക്കാന്ന് കരുതിയിട്ടാണ് എന്ന് തങ്ങളോട് ഇങ്ങോട്ട് പറഞ്ഞ മഹാൻ. സബറിന്റെ ക്ഷമയുടെ പ്രതിഫലം എന്താണെന്ന് മനസ്സിലാക്കിയ മഹാൻ. സബൂറിന്റെ പ്രതിഫലം അല്ലാഹു ക്ഷമിക്കുന്നതോടുകൂടെയാണത് ഈമാന്റെ പകുതിയാണ്. നാളെ പരലോകത്തതിന് വമ്പിച്ച പ്രതിഫലമുണ്ടെന്നുള്ള ഉറച്ച വിശ്വാസത്തിൽ പതറാതെ നിന്ന ഒരു പണ്ഡിതനെ
നമ്മളന്ന് കണ്ടു. എന്തൊരു യക്കീനായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ. അള്ളാഹു നമുക്ക് യക്കീന് പ്രദാനം ചെയ്യുമാറാവട്ടെ. അതാണ് നമ്മുടെ പണ്ഡിതന്മാരൊക്കെ വ്യത്യസ്തന്മാരാക്കിയത് മറ്റുള്ളവരിൽ നിന്ന്. മുത്തുനബി പറഞ്ഞു, അങ്ങനത്തെ പണ്ഡിതന്മാരെ കൂടെ ഇരിക്കാവൂ, അവരെ അംഗീകരിക്കാവൂ, അവരെ ബേക്കിലെ നടക്കാവൂ, അല്ലാതെ എല്ലാ മജ്ലിസിലും ഇരിക്കരുത്. സംശയത്തിൽ നിന്ന് ഉറപ്പിലേക്ക് നയിക്കുന്ന, ഞാൻ ചുരുക്കി പറയാൻ. രണ്ടാമത്തത് വമിനൽ കിബിരി ഇല തവാലുഇ, കിബിറിൽ നിന്ന് തവാലുവിലേക്ക് നയിക്കുന്ന പണ്ഡിതൻ. കിബിറിൽ നിന്ന് തവാലുവിലേക്ക് നയിക്കുന്ന പണ്ഡിതൻ. എന്താ കിബിർ? അഹങ്കാരം, ഞാൻ എന്നുള്ളൊരു നില. ആ നിലയിൽ നിന്ന് വിനയത്തിലേക്ക് നയിക്കുന്ന പണ്ഡിതന്മാർ. നമ്മുടെ പണ്ഡിതന്മാർ ആലോചിച്ച് നോക്കൂ നിങ്ങൾ. അവരെത്ര വലിയ ദറജയിലെത്തിയ മഹാന്മാരാണെങ്കിലും, എത്ര പ്രമുഖന്മാരാണെങ്കിലും അവരെത്ര വിനയമുള്ളവരായിരുന്നു, എത്ര തവാലുള്ളവരായിരുന്നു. ഇപ്പൊ കണ്ണിയത്ത് ഉസ്താദ് നബ്ബറല്ലാഹു മർഖദ മഹാനവറുകൾ, സമസ്തയുടെ ഉലമാക്കന്മാർ, നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കൂ. നമുക്ക് അവരിന്ന് പകർത്തിയെടുക്കാൻ, അവരെ സ്മരിക്കുമ്പോൾ നമുക്ക് പകർത്തിയെടുക്കാനുള്ള കാര്യങ്ങളാണ് ഈ പറയുന്നതൊക്കെ. തവാളു. സമസ്തക്ക് ഒരുപാട് ആലിമീങ്ങളുണ്ടായിരുന്നു. ആ ആലിമീങ്ങളെ ഓരോരുത്തരുടെ ചരിത്രം പരിശോധിച്ചാൽ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. ബഹുമാനപ്പെട്ട ഹൈദറൂസ് മുസ്ലിയാർ എന്ന് പറഞ്ഞൊരു മഹാണ്ടായിരുന്നു. കേരളത്തിന്റെ മുക്കുമൂലകളിൽ ഓടി നടന്ന സുന്നത്ത് ജമാഅത്തിന് വേണ്ടി പ്രവർത്തിച്ച പണ്ഡിതൻ. അന്ന് ബസ്സുകളിൽ പോലും യാത്ര ചെയ്യാനുള്ള സൗകര്യങ്ങളില്ലാത്ത കാലത്ത് കാൽനടയായി കിലോമീറ്ററുകൾ നടന്ന് ഏതെങ്കിലും ഒരു നിസ്കാരപ്പള്ളിയിൽ പോയി അതിന്റെ പരിസരത്തുള്ള ആളുകളൊക്കെ വിളിച്ചുകൂട്ടി, ഇവിടെ നമുക്കൊരു വലിയ മസ്ജിദ് ഉണ്ടാക്കണം, ജുമാഅ തുടങ്ങണം, അതുപോലെ തന്നെ ദർസ് തുടങ്ങണമെന്ന് പറഞ്ഞ് സ്വയം പ്രവർത്തിച്ച് പല സ്ഥലത്തും ദർസുകളും മദ്രസകളും പള്ളികളും ഉണ്ടാക്കിയ ബഹുമാനപ്പെട്ട ശൈഖുനാ ഹൈദറൂസ് മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദ. ആ മഹാനവറുകൾ ഒരിക്കൽ യാത്ര ചെയ്തു വരുമ്പോൾ പള്ളി അടച്ചു. മുക്കരിക്കാനോട് മല്ലാക്കാനോട് ചോദിച്ചു, ഞാൻ അതിൻ്റെ ഉള്ളിൽ കടന്നോട്ടെ? നമുക്കറിയാലോ സംഭവം. മല്ലാക്ക പറഞ്ഞു, പള്ളിന്റെ ഉള്ളിൽ ആരെയും കടത്തരുതെന്ന് കമ്മിറ്റിക്കാരെ നിയമമാണ്, പള്ളി കടക്കാൻ പറ്റൂല. ഹൈദറൂസ് മുസ്ലിയാരാ നീ വിളിക്കാക്കറിയില്ല. അങ്ങനെയുള്ള നമ്മളെ ആലിമീങ്ങളൊക്കെ നടത്തും. പോലെ ഡ്രസ്സ് പോലെ ചെയ്യലൊന്നും കണ്ടാൽ തോന്നൂല. എന്നാ അദ്ദേഹത്തിന് പറഞ്ഞാൽ മതി, ഞാൻ ഹൈദറൂസ് മുസ്ലിയാരാണ്, എന്നാ വലിയ ദറജ പള്ളിന്റെ മുകളിൽ കിട്ടും. പക്ഷെ ആ പേര് പറയൽ ഒരു കിബറായി പോകുമെന്ന് പേടിച്ചിട്ട് ആ മനുഷ്യൻ മുണ്ടിയില്ല. ഞാനൊരു മുസാഫിറാണ്, ഇത് കിടക്കാൻ സ്ഥലമല്ല, ഞാൻ ഈ പള്ളി കിടന്നോട്ടെ. മല്ലാക്ക അവന് പള്ളി കിടക്കാൻ പറ്റൂല, നിസ്കരിക്കണം. മല്ലാക്ക സമ്മതിച്ചില്ല, എനിക്ക് പള്ളി അടിച്ചു പോകണം, പള്ളിയിൽ ആരെയും കയറ്റരുത്, പള്ളി കമ്മിറ്റിയുടെ നിയമമാണ്. അത് ശരിയാണ്, പള്ളി കമ്മിറ്റി നിയമം അല്ലെങ്കിൽ വെച്ചാൽ പിറ്റേന്ന് മൂപ്പർക്ക് ജോലി ഉണ്ടാവില്ലല്ലോ, ക്ലോക്കൊക്കെ കട്ടുപോണ കാലാണ്. അപ്പോ അദ്ദേഹം ചോദിച്ചു, ഞാൻ ഹൗലുംബരി കിടന്നോട്ടെ? ഹൗലുംബരി കിടക്കട്ടെ, അതിന് കുഴപ്പമില്ല. പള്ളി പൂട്ടി. ആ സമയത്ത് ഹൈദറൂസ് മുസ്ലിയാരെ തലപ്പാ വഴിച്ച് ഹൗലുംബരിന്റെ ഒരു മൂലക്കിലുള്ള വെള്ളം ഇങ്ങനെ ഒപ്പിയിട്ട് അദ്ദേഹം കുറച്ച് സമയം അവിടെ കിടന്നോളാം. തഹജ്ജുദിന് എഴുന്നേറ്റ് ഖത്തീബ് വരുമ്പോഴാണ് ഹൈദറൂസ് മുസ്ലിയാരെ കണ്ട് ഞെട്ടി അദ്ദേഹം കരഞ്ഞുപോയി. ഉസ്താദ് ഇവിടെ കിടക്കുകയായിരുന്നു, എന്നെ വിളിക്കാഞ്ഞത്? ഉസ്താദ് പറഞ്ഞു, ഞാൻ ഉറങ്ങി മോനെ, വിഷമൊന്നുമില്ല. എന്തിനാ ഞങ്ങൾ ഉറക്കം സ്വീപ്പാക്കുന്നത്? വിഷമൊന്നും ആയിട്ടില്ല എന്ന് പറഞ്ഞു. അവർക്കൊരു വിഷമമില്ല. എന്നാലും ഉസ്താദിനൊരു വാക്ക് പറയാമായിരുന്നില്ല. എന്തേ അദ്ദേഹം പേര് പറയാഞ്ഞത്? ഞാൻ ഹൈദറൂസ് മുസ്ലിയാരാന്ന് പറഞ്ഞാൽ ആ പേരെടുത്ത് പറയലൊരു കിബറാകുമോ എന്ന് അദ്ദേഹം പേടിച്ചു. അത്രയും വിനയം കൊണ്ട് ഞാനിത് മുസാഫിറാന്ന് പറഞ്ഞ് ഹൗലുംബരി കിടന്ന മനുഷ്യനാണ്. ഞാൻ ഇത് പറയുമ്പോൾ ഒരു സംഭവം ഓർക്കുകയാണ്. മാലിക് ഇമാം, ഷാഫി ഇമാമിന്റെ ഉസ്താദ്, ഗുരുനാഥൻ, മദീനയിലെ മഹാപണ്ഡിതൻ. അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ കാണാം, ബഹുമാനപ്പെട്ട ഇമാം മാലിക് റഹിമഹുല്ല ഇതുപോലെ ഒരു യാത്ര ചെയ്യുമ്പോൾ പള്ളിയിൽ കയറുമ്പോ പള്ളി അടക്കുന്ന ആള് പറഞ്ഞു, പള്ളി താമസിക്കാൻ പറ്റില്ലെന്ന്. അദ്ദേഹം പറഞ്ഞു, മുസാഫിരിങ്ങളുടെ വീട് പള്ളിയല്ലേ, ഞങ്ങൾക്ക് പള്ളി കിടക്കണം. സമ്മതിച്ചില്ല. അങ്ങനെ ഇമാം മാലിക്കുമായി വർത്തമാനമായപ്പോ പള്ളിന്റെ മുഅദ്ദിൻ മൂപ്പരെ തള്ളി. മാലിക് ഇമാം അത് ആർക്കറിയില്ല, ഈ മനുഷ്യനും അറിയില്ല. മാലിക് ഇമാം താഴെ വീണു, പള്ളിന്റെ മുറ്റത്ത് വീണു. വലിയൊരു ആലിമ്, ഇയാളെ വിവരക്കേടുണ്ട്. ആലിമ് വീഴുന്നത് കണ്ടപ്പോ അപ്പുറത്ത് രാത്രി ഭക്ഷണമുണ്ടാക്കുന്ന ഹോട്ടലുകളിലേക്ക് മറ്റ് ഭക്ഷണമുണ്ടാക്കുന്ന ഉറക്കൊടിച്ച് നമ്മൾ പൊറാട്ട അടിക്കുന്നില്ലേ പണിക്കാര്, അതുപോലെ രാത്രി ചപ്പാത്തിയും മറ്റും റൊട്ടിയൊക്കെ ഉണ്ടാക്കുന്ന ഒരു പണിക്കാരുണ്ട്. അയാളത് കണ്ടിട്ട് വന്നിട്ട് മാലിക് ഇമാമിനെ കൂട്ടിക്കൊണ്ട്, മാലിക് ഇമാമെന്ന് മൂപ്പർക്കറിയില്ല, ഒരു വൃദ്ധൻ, ഒരു വയസ്സായ ആള്. അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുപോയിട്ട് പറഞ്ഞു, ഇവിടെ അങ്ങനെയാണ്, ഒരു സമയം കഴിഞ്ഞാൽ പിന്നെ പള്ളി കയറാൻ പറ്റില്ല, നിങ്ങൾക്ക് ഉറങ്ങണമെങ്കിൽ ഞാൻ രാത്രി ഉറങ്ങൂല, ഞാൻ നേരം വെളുക്കോളം എന്ത് ചെയ്യും, ഈ റൊട്ടി ചൂടുന്ന പണിയാണ്, അവിടെ എന്റെ കട്ടുമ്പോ അങ്ങ് കിടക്കാതെ. അദ്ദേഹത്തെ കൂട്ടി അവിടെ കിടത്തി. അദ്ദേഹം ആ കട്ടുമ്പൽ ഇങ്ങനെ ഇരുന്നു. ഇദ്ദേഹം
ഇസ്തിഗ്ഫാർ ഇങ്ങനെ ചൊല്ലിയിട്ട് ഉച്ചത്തിൽ ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന്റെ ജോലിയിൽ മുഴുകുകയാണ്. റൊട്ടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്, പലഹാരങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. നേരം പുലരുവോളം അദ്ദേഹത്തിന്റെ ജോലി അതാണ്. ഈ ഇസ്തിഗ്ഫാർ, രാത്രി സമയത്തുള്ള ഇസ്തിഗ്ഫാർ ഇമാം മാലിക്കി തങ്ങളെ അത്ഭുതപ്പെടുത്തി. അദ്ദേഹം ചോദിച്ചു ഈ പണ്ടാരിയോട്, നീ എന്താ ഈ അസ്തഗ്ഫിറുല്ലാഹ് അതിങ്ങനെ കൂടുതൽ ചെല്ലാനുള്ള കാരണം? ഇതിനൊക്കെ ആരെങ്കിലും പറഞ്ഞു തന്നതാണോ, നീ സ്വയം മനസ്സിലാക്കിയതാണോ? അദ്ദേഹം പറഞ്ഞു, ബഹുമാനപ്പെട്ട മാലിക് ഇമാമിനോട്, ഇമാം മാലിക്കാണെന്ന് അദ്ദേഹത്തിന് അറിയില്ല. ഈ പണ്ടാരി പറയുകയാണ്, ഞാൻ ഇസ്തിഗ്ഫാർ ചെല്ലാൻ തുടങ്ങിയിട്ട് കാലം ഒരുപാടായി. എന്റെ എല്ലാ പ്രതിസന്ധികൾക്കും പരിഹാരം ഇസ്തിഗ്ഫാറാണ്. എനിക്ക് ജീവിതത്തിൽ ഒരു വലിയ 3 ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു. ആ 3 ആഗ്രഹങ്ങളിൽ 2 ആഗ്രഹങ്ങളും പൂർത്തിയായി ഇസ്തിഗ്ഫാർ കൊണ്ട്. കാരണം ഖുർആൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഫഖുൽ തസ്തഗ്ഫിറൂ ഇന്നഹു കാന ഗഫാറാ യുർസിലുസ് സമാഅ അലൈക്കും മിദ്റാറാ വയംദിദുകും ബിഅംവാലിൻ വബനീന വയജ്അൽ ലക്കും ജന്നാതിൻ വയജ്അൽ ലക്കും അൻഹാറാ. വിശുദ്ധ ഖുർആൻ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറഞ്ഞാൽ, പടച്ചവനെ എനിക്ക് പുറത്തു തരണമേ, എന്റെ ദോഷം പൊറുക്കണമേ, ഞാൻ നിന്നോട് പൊറുക്കലിനെ തേടുന്നു എന്ന് പറഞ്ഞാൽ ദോഷം പൊറുക്കൽ മാത്രമല്ല. ഖുർആൻ പറയുന്നു, നോക്കൂ നിങ്ങൾ, ഫഖുൽ തസ്തഗ്ഫിറൂ ഇന്നഹു കാന ഗഫാറാ. നിങ്ങൾ അല്ലാഹുവിനോട് പൊറുക്കലിനെ തേടണം, കാരണം അല്ലാഹു നിങ്ങൾക്ക് പുറത്തു തരുന്നവനാണ്. അവസാനിച്ചില്ല, യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറാ. ആകാശലോകത്തുനിന്ന് നിങ്ങൾക്ക് ശക്തമായ മഴ പെയ്യിപ്പിച്ചു തരും അല്ലാഹു തആല. മഴയാണല്ലോ എല്ലാ അഭിവൃദ്ധിയുടെയും കാരണം, മഴ തരും. വയജ്അൽ ലക്കും ജന്നാതിൻ വയജ്അൽ ലക്കും അൻഹാറാ. നിങ്ങൾക്ക് നല്ല തോട്ടങ്ങളെ അല്ലാഹു ഉണ്ടാക്കി തരും, നിങ്ങൾക്ക് നദികളെ അല്ലാഹു നൽകും. ഇതൊക്കെ ഖുർആനിൽ അല്ലാഹു പറഞ്ഞതാണ്. ഇസ്തിഗ്ഫാർ നടത്തിയാൽ ഇന്നഹു കാന ഗഫാറാ യുർസിലുസ് സമാഅ അലൈക്കും മിദ്റാറാ വയംദിദുകും ബിഅംവാലിൻ വബനീൻ. നിങ്ങൾക്ക് സമ്പത്തും തരും, സന്താനങ്ങളെയും തരും. മക്കളില്ലയോ, അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞോളൂ. സമ്പത്തില്ലയോ, അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞോളൂ. ഖുർആന്റെ കൽപ്പനയാണ്. വയംദിദുകും ബിഅംവാൽ, മാലികളെ കൊണ്ട്, സമ്പത്തുകളെ കൊണ്ട് അല്ലാഹു നിങ്ങളെ സഹായിക്കും. വബനീന, സന്താനങ്ങളെ കൊണ്ട് സഹായിക്കും. വയജ്അൽ ലക്കും ജന്നാത്ത്, നിങ്ങൾക്ക് അല്ലാഹു തോട്ടങ്ങളെ തരും. വയജ്അൽ ലക്കും അൻഹാറാ, നിങ്ങൾക്ക് അല്ലാഹു നദികളെയും തരും. ഒക്കെ ഇസ്തിഗ്ഫാർ. അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഗുണാണ്. അല്ലാഹു ദോഷം പുറത്തു തരും, അല്ലാഹു സമ്പത്ത് തരും, അല്ലാഹു സന്താനങ്ങളെ തരും, അല്ലാഹു തോട്ടം തരും, അല്ലാഹു പുഴ തരും. ഉണ്ടാവും. അതുകൊണ്ട് ഞാനിതിങ്ങനെ ചെല്ലുമ്പോൾ എല്ലാ പ്രശ്നവും പരിഹരിക്കും. 3 ആഗ്രഹം ഉണ്ടായിരുന്നു, 2 തീർന്നു. അപ്പോ ഇദ്ദേഹം ചോദിച്ചു, ഒന്നും കൂടി ബാക്കിയുണ്ടല്ലേ? അതേതാണ്? അത് എന്റെ ഒരു വല്ലാത്ത സ്വപ്നം. ഇന്നത്തെ ഏറ്റവും വലിയ മഹാപണ്ഡിതൻ, ഇന്ന് മദീനയിലെ അറിയപ്പെട്ട മഹാപണ്ഡിതൻ, ബഹുമാനപ്പെട്ട ഇമാം മാലിക് റഹിമഹുല്ലാഹ്, അദ്ദേഹത്തിന് ഒന്ന് എന്റെ 2 കണ്ണുകളെ കൊണ്ട് കാണണം, അദ്ദേഹത്തിനെ കൊണ്ടൊന്ന് ദുആ ചെയ്യിപ്പിക്കണം എന്നൊരു അവസാനത്തെ മോഹം കൂടിയിരിക്കുന്നു. അതോടുകൂടെ എന്റെ എല്ലാ മോഹങ്ങളും തീർന്നു. എന്റെ അവസാനത്തെ ആഗ്രഹം മാലിക് ഇമാമിനെ ഒന്ന് കണ്ണുകൊണ്ട് കാണലാ. ഇത് കേട്ടപ്പോൾ മാലിക് ഇമാം കരഞ്ഞോന്നാണ്. കരച്ചിൽ കണ്ടപ്പോൾ അദ്ദേഹം വന്നു, എന്തേ ഉസ്താദ് കരീണ്? അദ്ദേഹം പറഞ്ഞു, നീ പറഞ്ഞ ഇമാം മാലിക് ഞാനാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിങ്ങൾ മാലിക് ഇമാമിനെയും പള്ളിയിൽ നിന്ന് തള്ളിയതാണ്. മിനൽ കിബിരിയിലെത്തവാളോ, അഹങ്കാരത്തിൽ നിന്ന് വിനയത്തിലേക്ക് നയിക്കുന്ന പണ്ഡിതൻ. അങ്ങനത്തെ പണ്ഡിതന്മാരുടെ കൂടെയല്ലാതെ നിങ്ങൾ നടക്കരുത്. അത്തരം പണ്ഡിതന്മാരെ സദസ്സിലേ നിങ്ങൾ ഇരിക്കാവൂ. ശഫീഉനാ റസൂലുള്ളാഹി. വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, 3ാമത്തെ കാര്യം, വമിനൽ അദാബതി ഇലൻ നസീഹ, ശത്രുതയിൽ നിന്ന് നസീഹത്തിലേക്ക് നിങ്ങളെ നയിക്കുന്ന പണ്ഡിതൻ. 3ാമത്തെ ഗുണമാണത്. ശത്രുതയിൽ നിന്ന് നിങ്ങളെ നസീഹത്തിലേക്ക്, ഗുണകാംക്ഷയിലേക്ക് നയിക്കുന്ന പണ്ഡിതൻ. അല്ലേ? പണ്ഡിതന്മാർക്ക് ശത്രുത ഉണ്ടാകാൻ പാടില്ല. അതുണ്ടാകരുതെന്ന് പഠിപ്പിക്കേണ്ട ആളുകൾ, ജനങ്ങൾക്കൊക്കെ ഗുണം കാംക്ഷിക്കുന്ന ആളുകൾ, ഗുണകാംക്ഷ, നസീഹത്തിലേക്ക് നയിക്കുന്ന പണ്ഡിതന്മാർ. കന്യത്തുസ്ഥാൻ ആലോചിച്ച് നോക്ക് നിങ്ങൾ. അത് നമ്മുടെ ആലിമീങ്ങളെന്ന് പഠിച്ചു നോക്ക്. കാളമ്പാടി ഉസ്താദിനെ, കോയക്കുട്ടി മുസ്ലിയാരെ, അല്ലേ? അല്ലാഹു തആല ബഹുമാനപ്പെട്ടവർക്ക് ദീർഘായുസ് നൽകുമാറാവട്ടെ. ചെറുശ്ശേരി ഉസ്താദ് അല്ലാഹു ദീർഘായുസ് നൽകുമാറാവട്ടെ. ആ മഹാന്മാരൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കും. അവർക്ക് ആരോടാ പകയുള്ളത്? അവർക്ക് നസീഹത്ത്, ജനങ്ങൾക്ക് മുഴുവനും നല്ലത് വരണം എന്നുള്ള ആഗ്രഹം, ഖൈറായ ചിന്താഗതി. അതല്ലാത്തൊരു ചിന്താഗതി അവർക്കുണ്ടായിട്ടില്ല.
ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ നമ്മൾ അങ്ങേയറ്റം ആദരിച്ചൊരു മഹാനാണ് അല്ലേ? കേരളത്തിൽ ഇത്രയേറെ ജനങ്ങൾക്ക് ഗുണം കാണിച്ചൊരു മഹാൻ, ഒരു നേതാവിനെ നമ്മൾ വേറെ കണ്ടിട്ടുണ്ടോ? ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാവർക്കും നന്മ വരാൻ വേണ്ടി പ്രവർത്തിച്ച രാവും പകലും. ഒരു ചൊവ്വാഴ്ചയാണ് അവരെ ഒഴിവ് ദിവസം. ഒഴിവ് ദിവസം എന്ന് കേട്ടാൽ തോന്നും ചൊവ്വാഴ്ചയാണ് അവർ പാണക്കാട്ടുണ്ടാണ് ദിവസം അല്ലെ? പാണക്കാട്ട തങ്ങന്മാര് ചൊവ്വാഴ്ച പാണക്കാടുണ്ടായിരുന്നു. അന്നെന്ത് ഒഴിവാ? അന്ന് ഭക്ഷണം കഴിക്കാൻ കഴിയവർക്ക്. ചൊവ്വാഴ്ച പാണക്കാട്ട തങ്ങന്മാർ വീട്ടിലുണ്ടാവും. ചൊവ്വാഴ്ച ആയതുകൊണ്ട് എവിടെയും പരിപാടിക്ക് പോകില്ല എന്ന് കേട്ടാൽ കേരളത്തിന്റെ അകത്തുനിന്നും പുറത്തുനിന്നും ആൾക്കാർ തലേന്നേ വന്ന് ക്യാമ്പ് ചെയ്യും. എന്നാലോചിച്ചു, അവരുടെ വിശ്രമ ദിവസം തിരക്കുള്ള ദിവസം. എന്നാ അവർക്ക് വല്ല ടെൻഷനുണ്ടോ? നമുക്കൊക്കെ ഒരു ദിവസം കഴിയൂല ആ ജീവിതം, ഒറ്റ ദിവസം കഴിയൂല. അള്ളാഹു ആ കുടുംബത്തിന് ദീർഘായുസ്സ് നൽകുമാറാവട്ടെ. എന്നിട്ടും വരുന്ന ആളുകൾക്ക് മുഴുവൻ ജാതി മത വ്യത്യാസമില്ലാതെ, അദാവത്തില്ലാതെ, ഗുണകാംക്ഷ അദാവത്തിൽ നിന്ന് നസീഹത്തിലേക്ക് ജനസഞ്ചയത്തെ കൊണ്ടുപോയ മഹാൻ. ഇവരെയാ നമ്മൾ സ്നേഹിച്ചത്, അവരെയാ നമ്മൾ നേതാക്കന്മാരാക്കിയത്. അവരെ പിറകിലാ നിൽക്കേണ്ടത്. ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി. ശത്രുതയിൽ നിന്ന് നസീഹത്തിലേക്ക് നിങ്ങളെ നയിക്കുന്ന പണ്ഡിതന്മാർ നോക്കൂ. നിങ്ങൾ ആ മഹാനെ സംബന്ധിച്ച് ഓർത്തുപോയാൽ സമയം മതിയാവില്ല നമുക്ക്. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് വറഅയ്ത അന്നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജാ ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിർഹു ഇന്നഹു കാന തവ്വാബാ. ഇദാ ജാഅ നസ്റുല്ലാഹ്, അല്ലാഹുവിന്റെ സഹായം വന്നു കഴിഞ്ഞാൽ, വൽ ഫത്ഹു, മക്കം ഫത്ഹും വന്നു കഴിഞ്ഞാൽ, വറഅയ്ത അന്നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജാ, ജനങ്ങൾ കൂട്ടം കൂട്ടമായി ഇസ്ലാമിലേക്ക് കടന്നു വരാൻ തുടങ്ങിയാൽ, ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിർഹു, നബിയെ തങ്ങൾ സുബ്ഹാനല്ലാഹി വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ് വഅതൂബു ഇലൈഹി പറയണം. ഇന്നഹു കാന തവ്വാബാ, അല്ലാഹു തൗബ സ്വീകരിക്കുന്നവനാണ്. എന്താ ഈ സൂറത്തിന്റെ അർത്ഥം? ഈ സൂറത്ത് റസൂലുള്ളാഹിന്റെ വഫാത്തിനെ സൂചിപ്പിക്കുന്ന സൂറത്താണ്. നബിയുടെ വഫാത്ത് അടുത്തു എന്നുള്ള സൂചനയാണ്. എങ്ങനെയെന്നറിയാം നിങ്ങൾക്ക്? എന്നതിന്റെ അർത്ഥം ഇദാ ജാഅ നസ്റുല്ലാഹ്, അള്ളാന്റെ സഹായം വന്നാൽ, വൽ ഫത്ഹു, മക്കം ഫത്ഹായി, കഅബയൊക്കെ ഇസ്ലാമിന്റെ കീഴിൽ വന്നു, വറഅയ്ത അന്നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹ്, അള്ളാന്റെ ദീനിലേക്ക് ജനങ്ങൾ സംഘമായി കടന്നു വരുന്നത് കണ്ടാൽ നബിയെ തങ്ങളുടെ ദൗത്യം പൂർത്തിയായി, തങ്ങൾക്ക് മടങ്ങാൻ സമയമായി. അതുകൊണ്ട് ഫസബ്ബിഹ് സുബ്ഹാനല്ലാഹ് ബിഹംദി റബ്ബിക അൽഹംദുലില്ലാഹ് വസ്തഗ്ഫിർഹു അസ്തഗ്ഫിറുല്ലാഹ് ഇന്നഹു കാന തവ്വാബാ വഅതൂബു ഇലൈഹി, ഇങ്ങനെ പറഞ്ഞാൽ മതി. നബിയെ മടങ്ങാൻ സമയമായി, ദീൻ സമ്പൂർണമായി, ജനങ്ങൾ കൂട്ടം കൂട്ടമായി ഇസ്ലാമിലേക്ക് വരാൻ തുടങ്ങി, മക്കം ഫത്ഹായി. അതുകൊണ്ട് നബിയെ തങ്ങൾ മടങ്ങാൻ സമയമായി. പല സഹാബത്തും ചോദിച്ചു, നബിയുടെ തങ്ങളുടെ വഫാത്തിന്റെ സൂചനയല്ലയോ? മുത്തുനബി പറഞ്ഞു, അത് എന്റെ വഫാത്തിന്റെ സൂചനയാണ്. നബിന്റെ വഫാത്തിന്റെ സൂചന. ഇതിന്റെ വ്യാഖ്യാനം പരിശോധിച്ച് നോക്കൂ നിങ്ങൾ. സർവ്വ തഫ്സീറിലും കാണാം നസ്റുല്ലാഹ്, അള്ളാന്റെ സഹായം വന്നാൽ എന്താ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ദിവസം വളരെ സന്തോഷത്തോടുകൂടെ ജനങ്ങളെ അഭിമുഖീകരിച്ചുകൊണ്ട് പറയാണ്, സ്വഹാബത്തേ ജാഅ നസ്റുല്ലാഹ്, അള്ളാന്റെ സഹായം വന്നു കഴിഞ്ഞു, അള്ളാന്റെ സഹായം വന്നു കഴിഞ്ഞു. ജാഅ അഹ്ലുൽ യമൻ, യമനികൾ വന്നു കഴിഞ്ഞു. അള്ളാന്റെ സഹായം വന്നു. ജാഅ അഹ്ലുൽ യമൻ, യമനികൾ വന്നു കഴിഞ്ഞു. അപ്പൊ സഹാബത്തിന് മനസ്സിലായില്ല. സഹാബത്തിന് മാ അഹ്ലുൽ യമൻ, ഖുർത്തുബി, തബ്രി തുടങ്ങിയിട്ടുള്ള തഫ്സീറിൽ കാണാം മാ അഹ്ലുൽ യമൻ, തങ്ങൾ യമനികൾ എന്നതുകൊണ്ട് എന്താ നബിയെ ഉദ്ദേശിക്കുന്നത്? നസ്റുല്ലാഹ്, അള്ളാന്റെ സഹായം വന്നു അഥവാ യമനികൾ വന്നു. മുത്തുനബി അർത്ഥം വെക്കുകയാണ്. ജാഅ നസ്റുല്ലാഹ്, അള്ളാന്റെ സഹായം വന്നു. ജാഅ അഹ്ലുൽ യമൻ, യമനികൾ വന്നു. എന്നിട്ട് മുത്തുനബി പറയാണ്, റഖീഖത്തുൻ ഖുലൂബുഹും ലയ്യിനത്തുൻ തിബാഉഹും, റഖീഖത്തുൻ ഖുലൂബുഹും, അവരുടെ ഹൃദയം വളരെ ലോലമാണ്. യമനികൾ വന്നു, ആ യമനികളുടെ ഹൃദയം വളരെ ലോലമായ ഹൃദയം. ലയ്യിനത്തുൻ തിബാഉഹും, അവരുടെ പ്രകൃതി വളരെ മൃദുലമാണ്. കുട്ടികളെ പോലത്തെ പ്രകൃതം, മൃദുലമായ പ്രകൃതമാണ്. അൽ ഈമാനു യമാനിൻ വൽ ഫിഖ്ഹു യമാനിൻ വൽ ഹിക്മത്തു യമാനിയ ശഫീഉനാ റസൂലുള്ളാഹ്. ഈമാന്റെ ശരിയായ രൂപം യമാനിയാണ്, പാണ്ഡിത്യത്തിന്റെ ശരിയായ രൂപം യമാനിയാണ്, ഹിക്മത്തിന്റെ ശരിയായ രൂപം യമാനിയാണ് ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി.
അവിടെ നോക്കൂ നിങ്ങൾ, ജാ അഹുലുൽ യമൻ, യമനികൾ വന്നു. അതാ നസ്റുല്ലാഹ്, ഇതാ ജാ നസ്റുല്ലാഹ്, അള്ളാന്റെ സഹായം വന്നു. ഇതാ യമനികൾ വന്നു. അവര് ദീനിന്റെ നേതൃത്വം ഏറ്റെടുത്തു കഴിഞ്ഞു. അവര് ഹൃദയം ലോലമായവരും പ്രകൃതം മയമായവരുമാണ്. ആരാണ് ഈ കൂട്ടം? പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ആലോചിച്ചു. യമനിയാണ്. ബഹുമാനപ്പെട്ട ശൈഖുനാ ശംസുൽ ഉലമ യമനിയാണ്. ഈ മാസം തന്നെയാണ് മഹാനവറുകളുടെ വഫാത്ത്. ഇവരൊക്കെ യമനിൽ നിന്ന് വന്നവരാണ്. ജാ അഹ്ലു യമൻ, ഇതാ ജാ നസ്റുല്ലാഹ്, അള്ളാന്റെ സഹായം വന്നു, അഥവാ യമനികൾ വന്നു. അവരുടെ പ്രകൃതം പോലും മുത്തുനബി പറഞ്ഞു, റഖീഖത്തുൻ ഖുലൂബുഹും, ഹൃദയം വളരെ ലോലമാണ്. ലയ്യിനത്തുൻ തിബാഉഹും, അവരുടെ പ്രകൃതം വളരെ മയമാണ്, കൊച്ചുകുട്ടികളെ പോലെ. ആർക്കും എന്തു പറയാം, ആർക്കും അടുത്തു വരാം. ശംസുൽ ഉലമയും അങ്ങനെ തന്നെയായിരുന്നു. കാഴ്ചയിൽ മാത്രമാണ് പെട്ടെന്ന് ആ മഹാബത്ത് നമ്മളെ ഞെട്ടിപ്പിക്കുന്നതെങ്കിലും അടുത്തുകൂടിയാൽ കൊച്ചുകുട്ടിയെ പോയി അദ്ദേഹം പെരുമാറുന്നവരാണ്. പാണക്കാട് സയ്യിദന്മാരുടെ സ്വഭാവം നിങ്ങൾ പരിശോധിച്ച് നോക്കൂ. റഖീഖത്തുൻ ഖുലൂബുഹും, ഹൃദയം എത്ര ലോലം. ലയ്യിനത്തുൻ തിബാഉഹും, അവരുടെ പ്രകൃതം എത്ര ലളിതം. ആ ലളിതമായ പ്രകൃതവും ലോലമായ ഹൃദയമുള്ള ആളുകൾ യമനികൾ അവരാണ്. നമ്മൾ പിടിച്ച ഒരു കൊമ്പും പിഴച്ചിട്ടില്ല, വളരെ കൃത്യമാണ് എന്നതിന്റെ തെളിവാണത്. അപ്പൊ അദാവത്തിൽ നിന്ന് നസീഹത്തിലേക്ക്, ശത്രുതയിൽ നിന്ന് ഗുണകാംക്ഷയിലേക്ക് നയിക്കുന്ന പണ്ഡിതന്മാർ അവരാണ് നിങ്ങൾ പിന്തുടരേണ്ടതെന്ന് സയ്യിദുനാ റസൂലുള്ളാഹ്. നാലാമതായി മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, വമിന ദിയാഇ ഇലൽ ഇഖ്ലാസ്, റിയായിൽ നിന്ന് ഇഖ്ലാസിലേക്ക്, പ്രകടന പരതയിൽ നിന്ന് മറ്റുള്ളവരെ കാണിക്കാനുള്ള വെമ്പം. ചാനലുകളിൽ പ്രത്യക്ഷപ്പെടണം, ഫോട്ടോ വരണം, പേപ്പറിൽ വരണം, മാധ്യമങ്ങളിൽ വരണം എന്നുള്ള ചിന്തകളൊന്നും നമ്മൾ ഈ സ്മരിക്കുന്ന മഹാപണ്ഡിതന്മാർക്ക് ഒരിക്കലും ഉണ്ടായിട്ടില്ലല്ലോ. ഒരാളെ കാണിക്കാൻ വേണ്ടി ഒരു കാര്യങ്ങളും അവർ ചെയ്തതായി നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. അത്രമാത്രം വിശുദ്ധരായിരുന്നു നമ്മൾ സ്മരിക്കുന്ന സ്മര്യ പുരുഷന്മാർ. റിയായിൽ നിന്ന് ഇഖ്ലാസിലേക്ക് നയിക്കുന്ന പണ്ഡിതന്മാർ. അതുപോലെ തന്നെ വമിനർ റഗ്ബത്തി ഇല സുഹ്ദ്, ദുനിയാവിനോടുള്ള ആശയിൽ നിന്ന് സുഹുദിലേക്ക് നയിക്കുന്ന പണ്ഡിതന്മാർ. ഈ 5 ഗുണങ്ങളുണ്ടാവും. ഈ 5 ഗുണങ്ങളുള്ള പണ്ഡിതന്മാരെ എടുത്തിരിക്കാവും. ഒന്ന്, സംശയത്തിൽ നിന്ന് ഉറപ്പിലേക്ക് നയിക്കുന്ന പണ്ഡിതന്മാർ. അഹങ്കാരത്തിൽ നിന്ന് വിനയത്തിലേക്ക് നയിക്കുന്ന പണ്ഡിതന്മാർ. പിന്നെ പറഞ്ഞത് ശത്രുതയിൽ നിന്ന് നസീഹത്തിലേക്ക് നയിക്കുന്ന പണ്ഡിതന്മാർ. പിന്നെ പറഞ്ഞത് റിയായിൽ നിന്ന്, ലോകമാന്യത്തിൽ നിന്ന് ഇഖ്ലാസിലേക്ക് നയിക്കുന്ന പണ്ഡിതന്മാർ. ദുന്യാവിനോടുള്ള താൽപര്യത്തിൽ നിന്ന് സുഹുദിലേക്ക്, ദുന്യാവിനോടുള്ള വെറുപ്പിലേക്ക് നയിക്കുന്ന പണ്ഡിതന്മാർ. ഇതായിരുന്നു അല്ലേ? 67 വർഷം സമസ്തയുടെ മുശാവറ മെമ്പറും അല്ലെ, 25 വർഷം, 1/4 നൂറ്റാണ്ട് സമസ്തയുടെ പ്രസിഡന്റ് സ്ഥാനവും അലങ്കരിച്ച മഹാൻ. കേരളത്തിൽ ചോദ്യം ചെയ്യപ്പെടാത്ത വ്യക്തിത്വത്തിന്റെ ഉടമ. അദ്ദേഹം ദുന്യാവ് വിചാരിച്ചിരുന്നെങ്കിൽ ആരായിരുന്നു അദ്ദേഹം? അല്ലേ, ആ മഹാനായ കണ്ണിയത്ത് ഉസ്താദ് അല്പമെങ്കിലും ദുന്യാവ് ആഗ്രഹിച്ചിരുന്നെങ്കിൽ അദ്ദേഹം എവിടത്തായിരുന്നു? അദ്ദേഹം വഫാത്താകുമ്പോഴും എങ്ങനെ വഫാത്താകുന്നത്? പ്രവാചകന്മാർ വഫാത്താകും പോലെയാണ്. അല്ലാഹു ആ മഹാന്റെ ദർജ ഉയർത്തിക്കുറുക്കുമാറാവട്ടെ. ഞാനിത് പറയുമ്പോൾ ഒരു കാര്യം സൂചിപ്പിക്കാനാണ്. ഇന്ന് സമൂഹത്തിൽ കുറഞ്ഞു വരുന്ന 2 കാര്യങ്ങളാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. ഒന്ന് യഖീന്, അടിയുറച്ച വിശ്വാസം. രണ്ടാമത്തത് സൂക്ഷ്മത. സാമ്പത്തിക സൂക്ഷ്മത, ലൈംഗിക സൂക്ഷ്മത ഒക്കെ വളരെ കുറഞ്ഞൊരു കാലഘട്ടമാണ്. പലരും മനസ്സിലാക്കുന്നത് എങ്ങനെങ്കിലുമൊക്കെ രക്ഷപ്പെടും ആഖിറത്തിലെന്നാണ്. നിങ്ങൾക്കറിയോ, ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചെന്ന ഒരു ദീനുണ്ട്. ആ ദീനിൽ വറഇന്, സൂക്ഷ്മതയ്ക്ക് വലിയ സ്ഥാനമുണ്ട്. ദീന് സൂക്ഷ്മതയാണ്. അടിയുറച്ച വിശ്വാസമുള്ള ആൾക്കുണ്ടാകുന്ന അടയാളം സൂക്ഷ്മതയാണ്. യഖീൻ എന്ന് നമ്മൾ ആദ്യം പറഞ്ഞ വിഷയമുണ്ടല്ലോ, ഉറപ്പ്. അള്ളാന്റെ ദീനിലുള്ള ഉറച്ച വിശ്വാസം ഉണ്ടോ, അതിനാൽ ഉണ്ടായിത്തീരുന്ന സമർത്ഥം എന്താ അറിയും? സൂക്ഷ്മതയാണ്. നമുക്ക് സൂക്ഷ്മത അല്ലാതെ പോണത് സംശയമുള്ളതുകൊണ്ടാണ്. ഉഖ്റവിയായ കാര്യങ്ങളിൽ സംശയം വരുമ്പോൾ ഒന്നിലും സൂക്ഷ്മത ഉണ്ടാവില്ല. കണ്ടമാനം സമ്പത്ത് വാരിക്കൂട്ടുകയും ചെലവഴിക്കുകയും ചെയ്യുന്ന ആളുകൾ. യഖീൻ എന്ന് പറയുന്ന നല്ല ഗുണം, ആദ്യം ഞാൻ പറഞ്ഞ നല്ല ഗുണമുണ്ടെങ്കിലേ വറഇ എന്ന് പറഞ്ഞ സംഗതി ഉണ്ടാവുള്ളൂ. വറഇ ചെറിയ വിഷയമല്ല, എങ്ങനെങ്കിലും രക്ഷപ്പെടുന്ന കരുതൽ. ഞാൻ 1-2 ഉദാഹരണം പറയാം. ബഹുമാനപ്പെട്ട മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഒരു ഖാദിമുണ്ടായി. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, കാന അലാ സഖലിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റജുലുൻ യുഖാലു ലഹു കർഖിറ വഫി റിവായത്തിൻ മിദ്അം. അല്ലാഹുവിന്റെ റസൂലിന്റെ അലാ സഖലിൻ നബി,
നബിന്റെ വെയിറ്റ്, നബിന്റെ ലഗേജ് കയറ്റാനും ഇറക്കാനും ഒരു കറുത്ത നിറമുള്ള ഒരു അടിമയുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേര് കർക്കിറത്ത് എന്നായിരുന്നു. ചില റിപ്പോർട്ടിൽ മിദ്അം എന്നും കാണാം. ഈ മനുഷ്യന്റെ ജോലി എന്താ? റസൂലുള്ളാഹിന്റെ ഖാദിം. അതിനേക്കാൾ വലിയ ദർജ എന്താ? അല്ലാഹുവിന്റെ റസൂലിനെ ഖിദ്മത്ത് ചെയ്യാൻ വേണ്ടി പാതിരാത്രി പോലും ഉറക്കൊഴിച്ചിരിക്കുന്ന സ്വഹാബത്തുണ്ടായിരുന്നല്ലോ. റബീഅത്ത് റളിയല്ലാഹു അൻഹുവിനെ പോലുള്ളവർ ഉറക്കൊഴിച്ച് കാത്തിരിക്കും റസൂലുള്ളാഹിനെ ഖിദ്മത്ത് ചെയ്യാൻ, ഒന്ന് ഒളുവിന്റെ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ. ഈ ചെറുപ്പക്കാരന് കിട്ടിയ ഭാഗ്യം എന്താണ്? റസൂലുള്ളാഹിന്റെ കൂടെ നടക്കാൻ, റസൂലുള്ളാഹിന്റെ ഒട്ടകപ്പുറത്തുനിന്ന് ലഗേജ് ഇറക്കി വെക്കാൻ, യാത്ര പുറപ്പെടുമ്പോൾ ലഗേജ് എടുത്ത് ഒട്ടകപ്പുറത്ത് വെച്ച് കെട്ടാൻ, നബിനെ വാഹനത്തിൽ കയറാൻ സഹായിക്കാൻ, ഇങ്ങനെ ഒരുപാട് ഖിദ്മത്ത് ചെയ്യാനുള്ള അവസരം കിട്ടിയ ആളാണ് കർക്കിറത്ത് എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ. ഞാൻ ചുരുക്കി പറയട്ടെ, ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസാണ്. ഒരു ദിവസം ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒട്ടകപ്പുറത്തുനിന്ന് ലഗേജ് ഇറക്കി വെക്കുന്ന സമയത്ത് ഈ ചെറുപ്പക്കാരന്റെ ഇടനെഞ്ചിൽ വന്ന് അമ്പ് തറച്ചുകൊണ്ട് പ്രവാചകന്റെ മുമ്പിൽ ആ ചെറുപ്പക്കാരൻ പെടഞ്ഞു മരിച്ചു. എപ്പോഴാ മരിക്കുന്നത്? നബിക്ക് ഖിദ്മത്ത് ചെയ്യുമ്പോൾ, നബിന്റെ മുമ്പിന്ന്, നബിന്റെ ഒട്ടകപ്പുറത്തുനിന്ന് റസൂലുള്ളാഹിന്റെ ലഗേജ് ഇറക്കി വെക്കുന്ന സന്ദർഭത്തിൽ അമ്പ് തറച്ച് ഇടനെഞ്ച് തകർന്ന് രക്തം ചീറ്റിയൊഴുകി രണാങ്കണത്തിൽ അദ്ദേഹം പെടഞ്ഞു മരിച്ചു. സഹാബത്ത് ഓടിക്കൂടി. എന്നിട്ട് അവർ പറഞ്ഞ വാക്കെന്താ? ഹനീ അല്ലഹുൽ ജന്ന, ഹനീ അല്ലഹുൽ ജന്ന. കർക്കിറത്ത് ഭാഗ്യവാനാണ്. അല്ലാഹുവിന്റെ റസൂലിന് ഖിദ്മത്ത് ചെയ്യാനുള്ള അവസരം കിട്ടിയ ചെറുപ്പക്കാരൻ, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ നിഴല് പോലെ സഞ്ചരിക്കാൻ പറ്റിയ ചെറുപ്പക്കാരൻ. മാത്രമല്ല, റസൂലുള്ളാഹിക്ക് ഖിദ്മത്ത് ചെയ്തുകൊണ്ടിരിക്കുമ്പോ, റസൂലുള്ളാഹിന്റെ ഒട്ടകപ്പുറത്തുനിന്ന് ലഗേജ് ഇറക്കിക്കൊണ്ടിരിക്കുമ്പോൾ അമ്പ് തറച്ചുകൊണ്ട് പുണ്യ നബിയുടെ മുമ്പിൽ വെച്ച് തന്നെ അന്ത്യശ്വാസം വലിക്കാൻ അവസരം കിട്ടിയ ചെറുപ്പക്കാരൻ. ഹനീ അല്ലഹുൽ ജന്ന. എന്തൊരു ഭാഗ്യവാൻ! സ്വർഗമാണ് അദ്ദേഹത്തിന്, സ്വർഗസ്ഥനാണ് ഇദ്ദേഹം, എന്തൊരു ഭാഗ്യവാനെന്ന് സ്വഹാബത്ത് പറയുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ വാക്കെന്താ? വളരെ ശ്രദ്ധിച്ചോളൂ നിങ്ങൾ. ഈ കാലഘട്ടത്തിൽ ഞാനും നിങ്ങളും, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, കല്ലാ വല്ലദീ നഫ്സീ ബിയദിഹി ഇന്ന ശംലതല്ലതി അഖദഹാ യൗമ ഖൈബറ ലം തുസിബ്ഹൽ മഖാസിം ലതശ്തഇലു അലൈഹി നാറാ ശഫീഉനാ റസൂലുള്ളാഹ്. ഇദ്ദേഹം സ്വർഗത്തിലാണ്, മഹാഭാഗ്യവാനാണ് എന്ന് പറഞ്ഞപ്പോ മുത്തുനബി പറഞ്ഞു, കല്ലാ, അങ്ങനെ പറയണ്ട, അങ്ങനെ പറയണ്ട. ഇന്ന ശംലതല്ലതി അഖദഹാ മിൻ ഖൈബർ. ഖൈബർ രണാങ്കണത്തിൽ വെച്ച് അദ്ദേഹം എടുത്തു വെച്ച ഒരു ഷാള്, ഒരു പുതപ്പ്, ലം തുസിബുൽ മഖാസിമ, ഓഹരി വെക്കുന്നതിന് മുമ്പായി, ഗനീമത്ത് മുതൽ കിട്ടിയാൽ ഓഹരി വെക്കുമല്ലോ, അതിന്റെ മുമ്പായി അദ്ദേഹം എടുത്തു വെച്ച ഒരു പുള്ളിഷാൾ, ഒരു പുള്ളിപ്പുതപ്പ്, ലതശ്തഇലു അലൈഹി നാറാ, അദ്ദേഹത്തിന്റെ മേൽ തീ കത്തിപ്പടരുന്നുണ്ടെന്ന്, തീ ജ്വലിക്കുന്നുണ്ടെന്ന് ശഫീഉനാ റസൂലുള്ളാഹ്. മറ്റേ റിപ്പോർട്ടുള്ളത് ഫീ അബാഅത്തിൻ ഖദ് ഗല്ലഹാ മിൻ ഖൈബർ. ഖൈബറിന് അദ്ദേഹം പറ്റിച്ച ഒരു പുതപ്പ് കാരണമായി ഞാൻ അദ്ദേഹത്തെ നരകത്തിൽ കാണുന്നു. എന്താ സംഭവം മനസ്സിലായി? ഖൈബർ യുദ്ധം നടക്കുന്ന സമയത്ത് ഭടന്മാരിങ്ങനെ ഓടുമ്പം അവരെ തലയെക്കെട്ട് താഴെ വീഴും, ഷാള് താഴെ വീഴും, അതുപോലെ പലതും താഴെ വീഴും. സ്വർണ്ണം ഉണ്ടാവും, വെള്ളി ഉണ്ടാവും, ഭക്ഷണപ്പൊതി ഉണ്ടാവും. ഇതെല്ലാം കൂടി ഒരുമിച്ച് കൂട്ടുന്നതിനാണ് ഗനീമത്ത് വാരിക്കൂട്ടുക എന്ന് പറയുന്നത്. പിന്നെ ഈ ഗനീമത്ത് മുതൽ എന്ത് ചെയ്യും? ഭടന്മാർക്ക് തന്നെ ഓഹരി വെച്ചു കൊടുക്കും. ഈ ഓഹരി വെച്ച് കൊടുക്കുന്നതിന് മുമ്പ് ഒരു നല്ല പുതപ്പ്, നല്ല പുതപ്പ് വെച്ചാൽ ഉപയോഗിച്ച പുതപ്പ്, ഒരാൾ ഉപയോഗിച്ച രണാങ്കണത്തിൽ ഉപയോഗിച്ച ഒരു സാധാരണ ഷാള്, ആ ഷാള് കണ്ടപ്പോ ഈ കർക്കിറത്ത് എന്ത് ചെയ്തു? മൂപ്പർക്ക് ഒരു കൗതുകം തോന്നിയതുകൊണ്ട് അതെടുത്ത് മൂപ്പരെ കെട്ടില് ഭാണ്ഡത്തിൽ വെച്ച് കെട്ടി. കുറച്ചു കഴിഞ്ഞാൽ ഓഹരി വെക്കുമ്പോൾ ഇവർക്ക് തന്നെ കിട്ടൂത്. മുത്തുനബി പറയാണ്, ഇതാ വേറെ ആരും അറിഞ്ഞിട്ടില്ല. മൂപ്പരെടുത്ത് വെച്ച ഒരു പുതപ്പ്, ഒരു സാധാരണ പുതപ്പെടുത്ത് വെച്ചു. പിന്നീട് ഇദ്ദേഹം അമ്പേറ്റ് മരിക്കുമ്പോഴാ നബി പറയണത്, മുമ്പ് ഖൈബറിൽ ഇയാളൊരു പുതപ്പെടുത്ത് വെച്ചിരുന്നു, ആ കാരണം കൊണ്ട് ഈ മനുഷ്യൻ നരകത്തിലാണ്. ഞെട്ടണ ഹദീസായി. സഹാബത്ത് ഞെട്ടിപ്പോയി. സഹാബത്ത് അദ്ദേഹത്തിന്റെ കെട്ട് പരിശോധിച്ചു. ഫവജദു അബാതൻ ഖദ് ഗല്ലഹാ മിൻ ഖൈബർ. അദ്ദേഹത്തിന്റെ തുണിന്റെ കെട്ട്, മാറാപ്പ് കെട്ടയച്ചു നോക്കുമ്പോൾ അതിലുണ്ട് ഈ ഷാള്. അല്ലാഹുവിന്റെ റസൂല് വഹ്യ് മുഖേന പറഞ്ഞതാണ്, ഈ ഷാൾ അതിലുണ്ടായിരുന്നു. ഈ ഒരു നിസ്സാരമായ ഷാള് കാരണമായി ആ മനുഷ്യൻ നരകത്തിലാണെന്ന് ശഫീഉനാ റസൂലുള്ളാഹ്. സാമ്പത്തിക സൂക്ഷ്മതയില്ല അദ്ദേഹത്തിന്.
അല്പം സബൂർ ചെയ്തില്ല. ഈ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് മഹാന്മാര് പറയാണ്, ഇത് 100% അന്യവന്റെ മുതലല്ല. ആണോ? ഇത് ഗനീമത്താണ്, മൂപ്പർക്കും കൂടി അവകാശപ്പെട്ടതാണ്. കട്ടാൽ കൈമുറിക്കുക എന്ന് കർമ്മശാസ്ത്രം പറയുന്നിടത്ത് ഇത് വരൂല. കട്ടാൽ കൈമുറിക്കണമെങ്കിൽ 100% അന്യവന്റെ മുതലാവണം. ഇയാൾക്ക് ഏതെങ്കിലും നിലക്കൊരു ശിർക്കത്ത് ഒരു പങ്ക് അതിലുണ്ടെങ്കിൽ അയാളെ കൈമുറിക്കുന്നതിന് രക്ഷപ്പെടും. അല്ലേ? കട്ടാൽ കൈമുറിക്കുക എന്ന ഫിഖ്ഹിന്റെ നിയമം, ശറഈന്റെ നിയമം അവിടെ ഫിഖ്ഹിന്റെ കിതാബിൽ പറയും, ഏതെങ്കിലും വിധേന അദ്ദേഹത്തിന് ഒരു അവകാശം അതിലുണ്ടെങ്കിൽ, ഒരു സാധ്യതയുണ്ടെങ്കിൽ കൈമുറിക്കുക എന്ന ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടും. ഈ പുള്ളിപ്പുറപ്പെടുത്തതിന്റെ പേരിൽ അദ്ദേഹത്തിന് കൈമുറിക്കപ്പെടുകയില്ല. കാരണം ഗനീമത്ത് മുതലിൽ അദ്ദേഹത്തിനും കൂടി ശിർക്കത്തുണ്ട്. ഇത് ഓഹരി വെക്കുമ്പോൾ ചിലപ്പോൾ അദ്ദേഹത്തിന് കിട്ടാൻ സാധ്യത ഉണ്ടല്ലോ. എന്നിട്ടും അതിന്റെ പേരിൽ നരകത്തിലാണ്. ഈ ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ മുഹദ്ദിസീങ്ങൾ പറയുന്നുണ്ട്, പൊതുമുതൽ കൈകാര്യം ചെയ്യുന്ന ആളുകൾ, ഔഖാഫിന്റെ മുതൽ കൈകാര്യം ചെയ്യുന്ന ആളുകൾ വളരെ സൂക്ഷിച്ചോളണം. അന്യവൻ അവകാശപ്പെട്ട ഏതെങ്കിലും സ്വത്ത് വന്നുപോയാൽ അത് കാരണമായി നരകത്തിൽ കിടക്കുമെന്നാണ്. ആഖിറം കൊണ്ട്, ദുന്യാവ് കൊണ്ടാണ് നമ്മളെ പരീക്ഷിക്കപ്പെടുന്നത്. ദുന്യാവിൽ ഏറ്റവും വിലപ്പെട്ടത് സമ്പത്താണ്. അതുകൊണ്ട് ആ സാമ്പത്തിക സൂക്ഷ്മത ഒരു മുസ്ലിമിന് ഇല്ലാതെ പറ്റില്ല. അതുകൊണ്ടാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ മനുഷ്യൻ നരകത്തിലാണ്, അദ്ദേഹത്തിന്റെ മേൽ തീ ആളിപ്പടരുന്നത് ഞാൻ കാണുന്നു. ശഫീഉനാ റസൂലുള്ളാഹ്. ഈ ഹദീസ് എന്റെയും നിങ്ങളെയും മനസ്സിൽ ആഴത്തിൽ സ്വാധീനിക്കണം. സഹീഹ് ബുഖാരിയാണ്. ഒരു ചെറിയ പുതപ്പിന്റെ പേരില് മദ്രസിന്റെ ചെറുപ്പത്തിൽ ആന കട്ടവനും അടക്ക കട്ടവനും കള്ളം തന്നെയാണ്. അടക്ക കട്ടാലും പോയി. ഇത് പൂർണ്ണമായ കളവല്ലട്ടോ, അത് മനസ്സിലാക്കണം. ഇത് 100% അന്യവന്റെ മുതലല്ല, ഇയാൾക്കും കൂടി അവകാശപ്പെട്ട ഒരു മുതലായിട്ട് പോലും മുത്തുനബിന്റെ നാവ് കൊണ്ട് പറയാൻ നരകത്തിലാണ്. അതുകൊണ്ടാണ് ആ ശൈലി മനസ്സിലാക്കിയ ആളാണ് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. ഈ ഹദീസ് പറഞ്ഞപ്പോ ഇത് കേട്ടപ്പോ ഒരാൾ ചെരുപ്പിന്റെ വാറ് വെച്ച് വന്നു. ഇമാം ബുഖാരി ചെരുപ്പിന്റെ വാറ്, ഇത് നബി ഒരു ചെരുപ്പിന്റെ വാറ് എനിക്ക് രണാങ്കണത്തുനിന്ന് കിട്ടിയിരുന്നു, ഇതൊക്കെ എന്താണ്? അപ്പൊ നബി ചെരുപ്പിന്റെ വാറൊന്നും സാരല്ല എന്ന് പറഞ്ഞില്ല. നബി ആ ചെരുപ്പിന്റെ വാറ് ഇങ്ങോട്ട് വാങ്ങിയിട്ട് പറഞ്ഞു, ശിറാക്കും മിന്നാർ, നരകത്തിന്റെ വാറ്, നരകത്തിന്റെ വാറ്. ഇതെങ്ങാനും തിരിച്ചു തന്നിട്ടില്ലെങ്കിൽ ഇത് കാരണം നരകത്തിലേക്ക് പോവായിരുന്നു. ശിറാക്കും മിന്നാർ, ഇത് നരകത്തിന്റെ വാറാണ്. അപ്പൊ സാമ്പത്തികം വളരെ പ്രധാനമാണ്. പൊതുമുതൽ തൊടുമ്പോൾ നല്ലോണം കളിച്ചോളണം, ശ്രദ്ധിച്ചോളണം. കൊള്ളൂ. ആഖിറത്തിലൊന്നും ചെയ്യാൻ പറ്റില്ല, ഇവിടുന്ന് സൂക്ഷ്മത വേണം. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കണ്ണിയത്ത് ഉസ്താദ് ഒരു മത്തി വാങ്ങിയ കഥ പറഞ്ഞു ഞാൻ, അല്ലേ? മീൻ വാങ്ങിക്കൊണ്ടായപ്പോ 2 ഏറുണ്ടായപ്പോ തിരിച്ചിങ്ങട്ടെന്നെ കൊണ്ടേ കൊടുത്തു എന്നാ. നമ്മൾ വിചാരിക്കും 2 മത്തിയൊക്കെ എന്തിനാ തിരിച്ചുകൊണ്ടേ കൊടുത്ത്? ശിറാക്കും മിന്നാർ, ഇത് നരകത്തിന്റെ വാറാണ് ഈ ചെരുപ്പിന്റെ വാറ്. ഇത് തന്നിട്ടില്ലെങ്കിൽ ഇതിന്റെ പേരിൽ നരകത്ത് പോവും. ഒരു സാധാരണ ഉപയോഗിച്ച ഷാളെടുത്ത് വെച്ചതിനാണ് കർക്കിറത്ത് നരകത്തിൽ പോയത്. ഇമാം ബുഖാരി റഹിമഹുള്ള റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. അതുകൊണ്ടാണ് കണ്ണിയത്ത് ഉസ്താദ് 2 മീൻ ഏറുണ്ടായപ്പോ അതാണ് കൊണ്ടേ കൊടുത്ത്. ഇത് എന്റെ ഹക്കാണ്. അവിടെയാണ് കണ്ണിയത്ത് ഉസ്താദിനെ മനസ്സിലാക്കുന്നത്. അതാണ് ഇത്തിബാഉ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു ആ മഹാന്റെ ദർജ ഉയർത്തി കൊടുക്കുമാറാവട്ടെ. മഹാനായ സയ്യിദുനാ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ പൊതുമുതലിന്റെ എണ്ണ പാവപ്പെട്ടവർക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണ്. എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. ഒഴിച്ചു കൊടുക്കുന്ന കൂട്ടത്തിൽ ഉമർ ഫാറൂഖ് തങ്ങളുടെ മകനുണ്ട്. മകൻ എണ്ണ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പോ കയ്യുമ്മൽ ഇത്തിരി എണ്ണയായി. കയ്യുമ്മൽ എണ്ണയാൽ നമ്മൾ എന്താ ചെയ്യാ? സാധാരണ മുടിയുള്ള ആളാണെങ്കിൽ അല്ലെ, മുടിമ്മൽ ഇങ്ങനെ തോർത്തു. ഉമറുൽ ഫാറൂഖിന്റെ മകൻ പാവങ്ങളുടെ എണ്ണ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഇത്തിരി എണ്ണ കയ്യുമ്മലായപ്പോ അത് മുടിമ തോർത്തി. ദൂരെ നിന്ന് മഹാനായ സയ്യിദുനാ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു കണ്ടു. ഉമറുൽ ഫാറൂഖ് ഒരു വരവ് വന്നിട്ടുണ്ട് മകനെ കൊള്ളെ. നേരെ വന്ന് മകന്റെ കൈ ഇങ്ങോട്ട് പിടിച്ചിട്ടു. അദ്ദേഹം പറഞ്ഞ വാക്കെന്താ അറിയോ? മകനെ, നിന്റെ മുടിയെ ഞാൻ കാണുകയാണ്. മുസ്ലിമീങ്ങളുടെ എണ്ണയോട് നിന്റെ മുടിക്ക് വല്ലാത്ത അത്യാർത്തി കാണുന്നുണ്ട് മകനെ. സയ്യിദുനാ ഉമറുൽ ഫാറൂഖ്, എടാ പാവപ്പെട്ടവന്റെ എണ്ണയാണിത്, നീ എങ്ങനെ മുടിമ തോർത്തും? അത് പാവപ്പെട്ടവന്റെ എണ്ണയോട് നിന്റെ മുടിക്ക് വല്ലാത്ത ആർത്തി. മുസ്ലിമീങ്ങളുടെ എണ്ണയോട് നിന്റെ മുടിക്കെന്താ ഇത്ര ആർത്തി എന്ന് പറഞ്ഞ മകന്റെ കൈ ബലമായി പിടിച്ചു കൊണ്ടുവന്ന്
മുടി കളയുന്ന ആളുടെ മുമ്പിൽ കൊണ്ടേയിരുത്തി മുടിയാണ് മൊട്ടയടിച്ചു. ആ എണ്ണ തേച്ചതിന്റെ പേരിൽ മുടി മൊട്ടയടിച്ചു. എന്നാൽ ഈ എണ്ണ ഒഴിച്ചു കൊടുത്തപ്പോ കയ്യുമ്മൽ എണ്ണായത്. ഇപ്പൊ കണ്ണിയത്ത് ഉസ്താദ് 2 മീൻ മടക്കിക്കൊണ്ടുവന്നത് അതാണ് ദീനെന്ന് മനസ്സിലായില്ലേ? അലാ സയ്യിദിൽ മുസ്ലിമീൻ മുഹമ്മദ് അങ്ങനെ പോന്നിട്ട് റസൂലുള്ള, പിന്നെ ഉമറുൽ ഫാറൂഖ്, ഇനി താബിയങ്ങളിൽപ്പെട്ട മുഹമ്മദ് ഇബ്നു സിരീൻ റഹിമഹുല്ല. അദ്ദേഹം നല്ല എണ്ണക്കച്ചവടക്കാരനായിരുന്നു. അദ്ദേഹത്തിന് 40 വീപ്പ എണ്ണകളുണ്ടായിരുന്നു. 40 ഡ്രം നിറയെ എണ്ണ, ഉപയോഗം ഭക്ഷ്യ എണ്ണ. ആ എണ്ണയിൽ ഏതിലോ ഒന്നിൽ എലി ചാടിയപ്പോ അദ്ദേഹത്തിന്റെ ജോലിക്കാരായ എലിനെടുത്ത് പുറത്തു കിട്ടു. എന്നിട്ട് ഇബ്നു സിരീൻ തങ്ങളോട് പറഞ്ഞു, ഇബ്നു സിരീൻ തങ്ങളെ, നമ്മുടെ ഒരു വീപ്പയിൽ എലി ചാടിപ്പോയി. എന്നിട്ട് എന്ത് ചെയ്തു? ഞങ്ങൾ എലിനെടുത്തിട്ടുണ്ട്. എന്നാൽ ഏത് ഡ്രമ്മാണ്, ഏത് വീപ്പയിലാണ് എന്നറിയാൻ വേണ്ടി വന്നു നോക്കുമ്പോ പണിക്കാർക്ക് പിന്നെ വീപ്പ മാറിപ്പോയി. ഒരുത്തം വന്ന് ദീലാണ്, അല്ലല്ല മറ്റൊന്ന് ദീലാന്ന് തോന്നുന്നുണ്ടല്ലോ. അടശക്ക് വന്ന് ഒരു വീപ്പ എണ്ണാറിന വലിയ കേസാണ്. ബഹുമാനപ്പെട്ട ഇബ്നു സിരീൻ തങ്ങൾ പറഞ്ഞു, ആ 40 ഒഴിവാക്കുന്നു. സൂക്ഷ്മത വറായ, അത് മനുഷ്യന് കൊടുക്കാൻ പറ്റൂല. അതൊക്കെ സംശയം വന്നു. അതുകൊണ്ട് അദ്ദേഹം സഹിച്ചു. എന്താണ് വറാൻ? റസൂലുള്ള, ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു, ഇബ്നു സിരീൻ, അങ്ങനെ തുടങ്ങി കണ്ണിയത്തിലെത്തിയാലും ഈ സൂക്ഷ്മത നമുക്ക് കാണാൻ പറ്റും. ഇതാണ് ദീന്. അപ്പൊ സാമ്പത്തിക കാര്യത്തിൽ വളരെ സൂക്ഷ്മത വേണം, ഇല്ലെങ്കിൽ നമ്മൾ പരാജയപ്പെടും. നമ്മുടെ പൂർവികരായ ആളുകളൊക്കെ ഈ സാമ്പത്തിക രംഗത്ത് വളരെയേറെ സൂക്ഷ്മത പാലിച്ചവരാണ്. എന്നാൽ അബൂ ഹുറൈറ റളിയല്ലാഹു തആല എന്ന് പറയുന്ന ഹദീസ് ഞാൻ ഓതി കേൾപ്പിച്ചു. ലാ തഖൂമു സ്സാഅ ഹത്താ യകൂന അസ്സുഹുദു റിവായതൻ വൽ വറഉ തസന്നുആ. ലാ തഖൂമു സ്സാഅത്തു, ഖിയാമത്ത് നാളുണ്ടാവില്ല. ഹത്താ യകൂന അസ്സുഹുദു റിവായ, സുഹുദ് വെറും റിവായത്ത് മാത്രമാകും. സുഹുദ്, കണ്ണിയത്ത് ഉസ്താദ് സാഹിദായിരുന്നു അല്ലേ? ദുന്യാവിന്റെ സുഖങ്ങളിൽ നിന്ന് വിട്ടുന്ന മനുഷ്യനാണ്. കീശേരി മുഹമ്മദ് മുസ്ലിയാർ അങ്ങേയറ്റത്തെ സാഹിദായിരുന്നു. ബക്കറ്റ് വരുന്നുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ സാമ്പത്തികമായി ഒരുപാട് ആവശ്യങ്ങളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിജയിപ്പിക്കുമാറാവട്ടെ. കാര്യമായി സംഭാവന ചെയ്യണം. അല്ലാഹു നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും വിജയിപ്പിക്കുമാറാവട്ടെ. കീശേരി മുഹമ്മദ് മുസ്ലിയാർ വലിയ സാഹിദായി, ദുന്യാവിന്റെ ഒരു സുഖങ്ങളും അനുഭവിക്കാത്ത മനുഷ്യൻ. സുഹുദിലേക്ക് നയിക്കുന്ന പണ്ഡിതന്മാരെ കൂടെ ഇരിക്കാവൂ. എനിക്കറിയാം, കീശേരി ഉസ്താദിനെ 17 വയസ്സ് മുതൽ എനിക്ക് പരിചയം. ഞാൻ 17ാമത്തെ വയസ്സിൽ മോങ്ങം പള്ളിയിൽ 2 കൊല്ലം ഓതിയിരുന്നു. അന്ന് അദ്ദേഹം മോങ്ങത്തെ പള്ളിയിലുണ്ടായ ഉസ്താദിന്റെ ഒരു കട്ടുമ്മലും ഇങ്ങനെ ദിവസമെടുക്കും. ഇങ്ങേപ്പുറത്തൊരു കട്ടുമ്മൽ മുഹമ്മദ് മുസ്ലിയാർ ഇങ്ങനെ ചാരിക്കിടക്കും. അന്ന് ഞാൻ അൽഫിന്റെ ലാസ്റ്റ് ഭാഗം ഓതുകയാണ് ഉസ്താദിനെ. അപ്പൊ അൽഫിന്റെ ഷറഹ് ഇങ്ങനെ വായിക്കുമ്പോൾ, അല്ലെ ഷാറംബൈത്തൊക്കെ വായിക്കുമ്പോൾ എവിടെങ്കിലും ഒരു അക്ഷരം വിട്ടുപോയാൽ പുറത്തുനിന്ന് മുഹമ്മദ് മുസ്ലിയാർ എന്നറിയും, ഒരു മൂളക്കുണ്ടാവും. ആ മൂളക്കം കേട്ട ഉസ്താദിന് മനസ്സിലാവും വായിച്ചതെത്തിയിരുന്നു. തിരിച്ചും മറിച്ചും നോക്കും. അത്ര സൂക്ഷ്മമായ ഇൽമുള്ള മഹാനായ പണ്ഡിതൻ. അന്ന് ആ കാലത്ത് ഉച്ചക്കൊരു ചോറ് എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോഴത്തെ ആളുകൾക്ക് അറിയാറില്ല, ഒരു ഭയങ്കര സംഭവമാണ്. ഉച്ചക്കൊരു ചോറ് വയ്ക്കാൻ, ഇറച്ചി ചോറും കിട്ടാൻ അങ്ങനെ സന്തോഷമാണ്. അന്ന് മൗലൂദൊക്കെ വ്യാപകമായ സമയം. മോങ്ങത്ത് പെട്ടെന്ന് ഗൾഫുകാർ വർദ്ധിച്ച്, ആദ്യമായി കേരളത്തിൽ നിന്ന് ഗൾഫ് പോയത് മോങ്ങത്തരാൻ തെറ്റില്ല. പെട്ടെന്ന് സമ്പന്നരായ ഒരു നാടാണ്. വലിയ മൗലൂദൊക്കെ നടത്തും. എല്ലാവരും വയറ് നിറച്ച് ആഹാരം കഴിച്ചു വരുമ്പോൾ ഈ മഹാനായ കീശേരി മുഹമ്മദ് മുസ്ലിയാർ ആ പള്ളിയിൽ ഇരിക്കുന്നത്. നല്ലോണം വിശക്കണ സമയത്ത് അങ്ങാടിയിലൊരു ഒരു ബേക്കറി ഉണ്ട്. ആ ബേക്കറി പോയിട്ടൊരു ചായ 2 ബിസ്ക്കറ്റും നിന്ന് കുറച്ചേരി നിന്ന് പള്ളിയിൽ തന്നെ വരും. അതായത് ജീവൻ നിലനിർത്താൻ വേണ്ടി മാത്രമുള്ള ഭക്ഷണം, ആസ്വാദനത്തിന്റെ ഭക്ഷണം. എന്റെ 17 വയസ്സിലുള്ള ഓർമ്മ വെച്ച് നോക്കിയാൽ അദ്ദേഹം കഴിച്ചിട്ടില്ല. ഒരു പരിപാടിക്ക് അദ്ദേഹം പങ്കെടുക്കാറ്. ആ വിശക്കണ സമയത്ത് ആ വിശപ്പ് മാറാനുള്ള ആ കട്ടൻ ചായ 17 വയസ്സ് മുതൽ, എനിക്ക് 50 വയസ്സോളായി, 17 വയസ്സ് മുതൽ അദ്ദേഹത്തിന്റെ ചിട്ട അങ്ങനെയാണ്. പിന്നീട് നമുക്ക് അദ്ദേഹത്തെ അത് മനസ്സിലാക്കാൻ പറ്റിയില്ല. നമ്മളെ കൂടെ ദർസിലുണ്ടാവും, പള്ളിയിലുണ്ടാവും, നമ്മളെ കൂടെ തന്നെ കിടക്കും. പിന്നെ ഒരു ദിവസം രാത്രി ഒറ്റയ്ക്കിരുന്ന് വർത്തമാനം പറയുന്നത് കണ്ടപ്പോഴാണ് ഞങ്ങൾ പേടിച്ചത് കുട്ടികൾ. പിന്നെ മൂപ്പരോട് ലേശം അകൽച്ച പാലിച്ചു. അതുവരെ ഒരാളോടോ രാത്രി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ പേടിയായി മാറിയിരുന്നു. അതുവരെ മൂപ്പരെ കൂടെ തമാശ പറയുന്നപ്പെട്ടത്. പിന്നീട് വർഷങ്ങൾക്ക് കഴിഞ്ഞ് കുർപ്പൻചിയാവുമ്പോൾ ഞാനൊക്കെ എന്റെ സുഹൃത്തുക്കൾ MC ദാരിമിയൊക്കെ ഉണ്ടായിരുന്നു. അവരോട് ചോദിച്ചു, ഉസ്താദിന്റെ ഭക്ഷണ രീതി എങ്ങനെയാണ്? അപ്പോഴും ഇതേ രീതി തന്നെ. ആ വിശക്കണ സമയത്ത് എന്തെങ്കിലും മാത്രം, അതും രുചികരമായ ഒരു ആഹാരമില്ല. ഒരു തുണി, ഒരു കുപ്പായം, ഒരു തലകെട്ട്,
രണ്ടാമത്തെ തുണിയില്ല, രണ്ടാമത്തെ കുപ്പായല്ല, രണ്ടാമത്തെ തലകെട്ടില്ല. കിടക്കാൻ ഒരു കട്ടിലില്ല, ഒരു മുഅയ്യനായ സ്ഥലമില്ല, പാഴയില്ല, തലയണല്ല. എവിടെ എത്തുന്ന ചുരുണ്ട് കിടക്കും. അങ്ങനത്തെ ഒരു സുഹൃദ്, അതുക്കെ പറഞ്ഞ സുഹൃദ്, യഹിയയിൽ പറഞ്ഞ സുഹൃദ്, അതിന് ഏറ്റവും വലിയ ഉദാഹരണം കീശേരി മുഹമ്മദ് മുസ്ലിയാരാണ്. നമ്മൾ പിടിച്ച ഒന്നും പരാജയപ്പെട്ടിട്ടില്ല, ഒക്കെ മഹാന്മാരാണ്. എന്തായിരുന്നു അദ്ദേഹത്തിന്റെ സുഹൃദിന്റെ പ്രത്യേകത? ഒരു ഭാര്യാസുഖം, വിവാഹം കഴിച്ചിട്ടില്ല, ഭാര്യാസുഖം അദ്ദേഹത്തിന് അറിയില്ല. ഭക്ഷണത്തിന്റെ രുചി അദ്ദേഹത്തിന് അറിയില്ല. ഒരു നല്ല വിരിപ്പിൽ കിടന്ന് അദ്ദേഹം ഉറങ്ങിയിട്ടില്ല. ഒരു നല്ല വസ്ത്രം അദ്ദേഹം ധരിച്ചിട്ടില്ല. അദ്ദേഹം നാളെ ആഖിറത്തിൽ ചെല്ലുമ്പോൾ അള്ളാഹ് എന്താ ഹിസാബ് കൊടുക്കുക? അള്ളാന്റെ ദുന്യാവുന്ന ഒരു മനുഷ്യന് ജീവൻ നിലനിർത്താൻ അത്യാവശ്യമായതല്ലാതെ ഒന്നും ഞാൻ എടുത്തിട്ടില്ല പടച്ചോനെ എന്ന് പറയാൻ പറ്റില്ലേ? അതാക്കി ശരി. അള്ളാഹുവിന്റെ ദുനിയാവിൽ ഒരു മനുഷ്യന് ജീവിക്കാൻ ഒഴിച്ചുകൂടാൻ പറ്റാത്ത വളരെ അത്യാവശ്യമായ ഒരു ജോഡി, ഒരു കൂട്ടം വസ്ത്രം, ഒരു തുണി, ഒരു കുപ്പായം, ഒരു തലയെക്കെട്ട്, അതുപോലെ തന്നെ ജീവൻ നിലനിൽക്കാൻ മാത്രമുള്ള ഭക്ഷണം, ഇങ്ങനെ പരിമിതമായതല്ലാതെ ദുന്യാവിന്റെ ഒരു സുഖങ്ങളും ഉപയോഗപ്പെടുത്താത്ത മഹാനായ പണ്ഡിതൻ, മഹാനായ വലിയ കീശേരി മുഹമ്മദ് മുസ്ലിയാർ എത്ര മഹാന്മാർ കഴിഞ്ഞുപോയി. ഇതൊക്കെ ഇപ്പൊ നമ്മൾ കണ്ട ആളുകളാണ്. എനിക്ക് അദ്ദേഹത്തിനൊപ്പം കടന്നുറങ്ങാനുള്ള ഭാഗ്യം വരെ ഉണ്ടായിട്ടുണ്ട്. ഞങ്ങളൊക്കെ കിടക്കണ പായി തന്നെ വന്ന് കിടക്കും. അദ്ദേഹം സ്വന്തമായിട്ട് പായൊന്നും ഉണ്ടാവില്ല. താലിമിലൂടെ കിടക്കരച്ച് അതിന്റെ ഒരു മൂലക്കൽ കുറച്ചേരം കിടക്കും. പിന്നെ എഴുന്നേറ്റ് മുപ്പര ലോകത്തേക്ക് പോയി. സുഹൃദെന്താണ്? അബൂ ഹുറൈറ റളിയല്ലാഹു തആല പറയാണ്, ഇങ്ങനെ ഒരുപാട് മഹാന്മാരുണ്ടാകും. പക്ഷേ ലാ തഖൂമു സ്സാഅ, ഖിയാമത്ത് നാൾ നിലനിൽക്കൂല. ഹത്താ യകൂന സുഹുദു റിവായ, സുഹുദ് വെറും റിവായത്ത് മാത്രമാവും. ഇങ്ങനെ പറയാൻ പറ്റും. സുഹുദ് ഇങ്ങനെ പറയുന്ന ആളുകളുണ്ടാവും, അത് പാലിക്കുന്നവരുണ്ടാവില്ല. വൽ വറഉ തസന്നുഅൻ, വറഇ സൂക്ഷ്മത എന്ന് പറയുന്നത് ഒരു തരം നാടകമായി, അഭിനയമായി മാത്രം മാറുന്ന കാലം വരാതെ ഖിയാമത്ത് നാൾ ഉണ്ടാവില്ലെന്ന് ബഹുമാനപ്പെട്ട സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. അപ്പൊ ജീവിതത്തിൽ ഏറെ വേണ്ട ഒരു കാര്യം സൂക്ഷ്മത, യഖീന്. സാമ്പത്തിക സൂക്ഷ്മത വേണം, ലൈംഗിക സൂക്ഷ്മത വേണം. ഇന്ന് സർവ്വ മൊബൈല്, ഹറാമുകൾ ധാരാളമായി പ്രസരിക്കുന്ന ഒരു സാധന ഈ മൊബൈൽ. നിങ്ങളിപ്പോ ഒരു നല്ല വയല് കേൾക്കണമെന്ന് വിചാരിച്ച് വയലിന്റെ ആളെ പേരടിച്ചാലും അതിന്റെ ഇടയിൽ കൂടെ മാണ്ടാത്ത വരും. അല്ലെ? അങ്ങനെയല്ലേ സ്വഭാവം? കണ്ണ് നരകത്ത് പോണ പണിയാണ്. ഹറാമിലേക്ക് മനുഷ്യൻ, ഒരു ഹറാമായ ഫോട്ടോ, ഒരു ഹറാമായ സിനിമ, ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ കൽബില് ഹറാമ് സ്ഥാനം പിടിക്കും. കുറെ ഹറാമുകൾ സ്ഥാനം പിടിച്ചാൽ മനസ്സ് മലിനമായി. മാലിന്യമായ മനസ്സിൽ ഒരു നന്മയുണ്ടാകില്ല, അള്ളാഹുവിന്റെ തിരുനോട്ടമുണ്ടാകില്ല. മനസ്സെന്ന് പറഞ്ഞാൽ എങ്ങനെയാ നിങ്ങൾ? ഒരു വസ്ത്രം പോലെയാണ്. വസ്ത്രം പോലെ. ഒരു വസ്ത്രം നല്ല വസ്ത്രമാണെന്ന് നമ്മൾ എപ്പോഴാ പറയാ? ഇത് നല്ല വസ്ത്രമാണെന്ന് പറയണമെങ്കിൽ ഇതിന്റെ എല്ലാ ഇഴകളും നന്നാവണം. ഓരോ നൂലും നന്നായാൽ, അല്ലെ, ഓരോ നൂലിന്റെ ഇഴകളും നന്നായാൽ ഇത് നല്ല വസ്ത്രമാണ്. നൂലിന്റെ ഇഴകൾ മോശമാണെങ്കിൽ ഇത് മോശമാണ്. എന്നതുപോലെ മനസ്സിന് ഒരുപാട് ഇഴകളുണ്ട്, ചിന്തകളാകുന്ന ഒരുപാട് ഇഴകൾ. ഈ ചിന്തകളാകുന്ന ഇഴകൾ നന്നാകുമ്പോഴേ മനസ്സാകുന്ന വസ്ത്രം നന്നാവുള്ളൂ. നല്ലത് മാത്രം ചിന്തിക്കുക. മഹാന്മാരെ ഉറൂസ് വെക്കണേണ്ട അതിനാണ്. കണ്ണിയത്ത് ഉസ്താദിനെ പറ്റി ഓർക്കണെന്തിനാണ്? ശംസുലുലമനെ, ഹൈദ്രോസ് മുസ്ലിയാരെ, കോയക്കുട്ടി, അതുപോലെ തന്നെ മരിച്ചുപോയ മഹത്തുക്കളായ ആളുകളെ ഒക്കെ നമ്മൾ ഓർക്കണെന്തിനറിയും? അവർ ഓർക്കുമ്പോൾ ഒരുപാട് നന്മകളാകുന്ന ചിന്തകൾ വരും. എനിക്കും അങ്ങനെ ആവണം. ചിന്തിച്ചാൽ തന്നെ അതിൽ മധുരമുണ്ട്, ഇല്ല, ടേസ്റ്റ് വരുന്നുണ്ടല്ലോ. നല്ല തന്നെ ചിന്തിക്കണം. അങ്ങനെയാ മനസ്സ് നന്നാക്കൽ. മനസ്സിൽ നല്ല ചിന്തകൾ. ഔസുല്ലാഹുവിനെ പറ്റി ചിന്തിക്കുക. റബീഉൽ ആഖിർ അദ്ദേഹത്തിന്റെ മാസം. അതാ സുന്നികൾ ഇതൊക്കെ ആഘോഷിക്കുന്നത്, കൊണ്ടാടുന്നത്. അവരൊക്കെ സ്മരിക്കുമ്പോൾ നന്മകൾ മനസ്സാകുന്ന വസ്ത്രത്തിന്റെ ഓരോ ഇഴകളും, ചിന്തകളാകുന്ന ഓരോ ഇഴകളും നന്നായി തീർന്ന് മനസ്സ് നന്നായി തീരാനാണ് ഈ മഹത്തുക്കളെ പറ്റി ഓർക്കുന്നത്. അല്ലെങ്കിൽ ആധുനിക ലോകത്തെപ്പറ്റി ചിന്തിച്ചാൽ നമ്മുടെ മനസ്സ് പച്ച മലിനമാകും. മാലിന്യങ്ങളുടെ ചവറ്റുകൊട്ടയായി മനസ്സ് മാറിയാൽ ആ മനസ്സിലേക്ക് റഹ്മത്തിന്റെ നന്മകളുടെ ഒരു അംശം പോലും കടക്കാതെ വരും. അപ്പൊ ഈ മൊബൈലുകളും സിനിമകളൊക്കെ മനുഷ്യന്റെ മനസ്സിനെ പച്ച മാലിന്യങ്ങളിലേക്ക് തള്ളും. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. എപ്പോഴും മനസ്സ് നന്നാണ്. ചിന്തകൾ നന്നാക്കുക, നല്ലത് മാത്രം. മൊയ്തി ശേഖരങ്ങളെ പറ്റി ചിന്തിക്കുക, റിഫായി ശേഖനെ പറ്റി ചിന്തിക്കുക, നഫീസത്ത് ബീവിനെ പറ്റി ചിന്തിക്കുക. ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്കും കുറേശ്ശൊക്കെ ഇങ്ങനെ ചെയ്യണമെന്ന് തോന്നും. ഹൗസുല്ലാമൊക്കെ ഇപ്പൊ 40 ദിവസം 40 കൊല്ലം വിശാസ്കരിച്ച ഉതുകൊണ്ടുണ്ടായിട്ടുണ്ട്, സുബഹികരിച്ചിട്ടുണ്ടെന്നല്ലേ. ഒക്കെ നമുക്ക് പറയാൻ എളുപ്പമാണ്.
നമ്മളെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലൊക്കെ ചെയ്തവരുണ്ടാവും കേട്ടോ, സദസ്സിലുണ്ടാവും. വായക്കാട് പോലത്തെ ഒരു സ്ഥലത്ത് ഇല്ലായിരിക്കില്ല, കുറവായിരിക്കും. അതെന്തുകൊണ്ടാണ് ഇതിനെ മധുരം കിട്ടിയോന്നല്ല. മധുരം കിട്ടും, ഓർത്തുകൊണ്ടിരുന്നാൽ തന്നെ മധുരം കിട്ടും. ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ വീട്ടിൽ ചെന്നു, നല്ല വിശപ്പ്, വയലെല്ലാം കേട്ട് നല്ല വിശപ്പ്, അപ്പൊ നല്ല കറിയൊന്നുമില്ല. അപ്പൊ തൽക്കാലം ടേസ്റ്റിന് വേണ്ടി ഒരു ചെറുനാരങ്ങ മുറിച്ചു. അങ്ങനെ ശ്രദ്ധിക്കണേ, ഒരു ചെറുനാരങ്ങ മുറിച്ചു. ഒരു സാസറിലേക്ക് 2 ചെറുനാരങ്ങന്റെ പീസ് നന്നായി ഞെക്കി പിഴിഞ്ഞ് മർദ്ദിച്ച് അതിന്റെ നീരെടുത്ത്, ഒരു കാന്താരി മുളക് പൊട്ടിച്ചിട്ട്, ഒരു തിരിപ്പൂട്ട്, അല്ലേ? അതെങ്ങനെ ഒന്ന് ഇളക്കി നോക്കി, ഇളക്കി 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 ആ വിരലിങ്ങനെ എന്തായി? നിങ്ങൾക്ക് ടേസ്റ്റ് വന്നോ? നിങ്ങൾ നാവുമ്പോ ടേസ്റ്റ് എന്തെങ്കിലും വന്നോ? ഇല്ലേ? വരാതെ എല്ലാവർക്കും ചെറുനാരങ്ങ, കാന്താരി, ഉപ്പ്, രസം വന്നു. എന്നാ നിങ്ങൾ ചെറുനാരങ്ങ തൊട്ടിട്ടില്ല, മുറിച്ചിട്ടില്ല, കാന്താരി തൊട്ടിട്ടില്ല, ഒന്നുമില്ലാതെ ഓർത്തപ്പോഴേക്ക് ടേസ്റ്റ് കിട്ടിയത്. ഇങ്ങനെ തന്നെ മഹാന്മാരെ പറ്റി ഇങ്ങനെ ഓർക്കുക. ഓർക്കുമ്പോൾ അതിന്റെ ടേസ്റ്റ് ഇങ്ങനെ വരും, രുചി ഇങ്ങനെ വരും. അതാ പഴയ കാലത്ത് നഫീസത്തുമാലയും മൊയ്തീമാലൊക്കെ ഇങ്ങനെ പാടിയത്. ആരോ ചില ആളുകളൊക്കെ എതിർക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ശെക്കുന്ന യക്കീലെത്തണ്ടേ, അങ്ങനെ എതിർപ്പുണ്ടെന്നാ വേണ്ട, തീരുമാനിച്ചോ? അത് തീരുമാനിക്കാൻ പാടില്ല. അവരെ പറ്റി ഓർക്കുമ്പോഴാണ് നന്നാവല്. മുമ്പൊക്കെ പെണ്ണുങ്ങള്, ആണുങ്ങളൊക്കെ ലേശം മോശമാണെങ്കിൽ പറയും വേറെ പെണ്ണെട്ടിച്ചു കൊടുത്താളെന്നാ നന്നാവും. അങ്ങനെ പെണ്ണെട്ടി നന്നാല് പെണ്ണുങ്ങൾ നല്ലവരായിരിക്കും. അവർക്ക് ദുന്യാവിന്റെ ചതികളൊന്നും അറിയുന്നില്ല, അവർ പുറത്തിറങ്ങുന്നില്ല. വീട്ടിന്റെ അകത്തളങ്ങളിൽ കഴിയുന്ന ആളുകൾക്ക് നഫീസത്തുമാരെയും ഖദീജ ബീവിനും ഫാത്തിമ ബീവിനും അല്ലാതെ ഒന്നും അറിയില്ല. അതുകൊണ്ട് അവര് നന്നായി തീരും. അവരെ കൂടെ ഒരു ആണിനെ കിട്ടിയാൽ ആണും നന്നാവുന്നു. ഉദിപ്പതേലിലൊക്കെയും നൽകാമ്പതും പോടീട്ട് ഉറങ്ങിടാതെ രാവിൽ നിന്റെ തൊലവിടും സാധത്ത് പതിയും വീശേ ഹജ്ജതൈപാനിന്റെ തങ്കൂണാത്ത് പറ്റിയതിൽ ബൈത്തിലേറ്റം പോരിശാലീത്ത് മതിപ്പെടാ ജ്ഞാനം പലതും ന്യായമായി പാടീട്ട് മാന്യായ ഭാഗ്യോനിൽ പ്രിയമാല. രാത്രി മുഴുവനും നിസ്കരിച്ച മഹദി, ഭർത്താവിന്റെ സമ്മതം കിട്ടിയാൽ നേരം പുലരുവോളം നിസ്കാരമാണ്. ധാരാളമായി ഇൽമു പഠനത്തിന് വേണ്ടി സമയം ചെലവാക്കിയ മഹദി. ഇൽമു പഠനം എന്ന് പറഞ്ഞാൽ ഇമാം ഷാഫി തങ്ങൾക്ക് ഒരു ഉസ്താദുണ്ട്, ഒരു മഹദി. ഷാഫി ഇമാമിന്റെ ഉസ്താദുമാരുടെ പരമ്പരയിൽ ഒരു സ്ത്രീയുണ്ട്. ഷാഫി ഇമാമിന്റെ ഉസ്താദുമാരുടെ കൂട്ടത്തിൽ നഫീസത്ത് ബീവിയാണ്. ഷാഫി ഇമാമിന്റെ ഗുരുനാഥയാവാൻ മാത്രം പാണ്ഡിത്യമുള്ള മഹദിയാണ് നഫീസത്ത് ബീവി. അതങ്ങനെ ഓർക്കുമ്പം പെണ്ണുങ്ങൾക്കും തോന്നും, പഠിച്ചോനെ എന്തെങ്കിലുമൊക്കെ നമ്മളും ചെയ്യണം, ഇബാദത്ത് വരും, അതിന് ടേസ്റ്റ് കിട്ടിയാൽ ചെയ്തു കൊടുക്കും. വളരെയേറെ സൂക്ഷിക്കേണ്ടതാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഇനി മറ്റൊരു കാര്യം കൂടി ഞാൻ പറഞ്ഞ് സൂക്ഷിക്കുക. രണ്ടാമത്തൊരു കുറവ് നമുക്കുള്ളത് അദബാണ്. അദബ് വളരെ കുറഞ്ഞു. മുമ്പൊക്കെ ഒരു പ്രായമുള്ള ആള് നമ്മുടെ റോട്ടുമ്മ കൂടെ നടന്നു പോയാൽ നമ്മൾ എഴുന്നേറ്റിക്കും. ഒരാലിമ് പോയാൽ എഴുന്നേറ്റിക്കും. അന്നത്തെ ദീൻ തന്നെയാണ് ഇന്നത്തെ ദീന്. ഖുർആൻ ഹദീസൊന്നും മാറിയിട്ടില്ല, പക്ഷെ നമ്മൾ മാറി, അല്ലേ? ബഹുമാനത്തിന് മടി. മാതാപിതാക്കൾ ബാപ്പ വീട്ടിലുണ്ടെങ്കിൽ ആ വീട് മുഴുവനും നിശബ്ദമാണ്. കുടുംബനാഥൻ നിശബ്ദം, ഉച്ചത്ത് സംസാരിക്കൂല. എന്തോ വാപ്പ, എന്തുമ്മ. 12ാം ക്ലാസ് വരെ മദ്രസയെ പഠിക്കേണ്ട നമ്മളെ കുട്ടികൾ. എന്നാലും ഉമ്മാരെന്താ പറയാറിയോ? ഉമ്മാര് സാധാരണ പല ഡയലോഗുണ്ട്. എന്തെങ്കിലും വിഷയം ഉണ്ടാവുമ്പോൾ അത് മോനോട് നിങ്ങൾ തന്നെ പറഞ്ഞാളി, ഞാൻ പറഞ്ഞാൽ കുട്ടികൾ കേൾക്കൂല. ആര്? ഉമ്മ. ഉമ്മ അങ്ങനെ പറയേണ്ട ആളാ. അത് നിങ്ങൾ തന്നെ പറഞ്ഞാൽ മതി, ഞാൻ പറഞ്ഞാൽ ഇവിടെ അങ്ങനെ പറയലുണ്ടോ? അത് നിങ്ങൾ എന്നാണ് പറഞ്ഞാളി മകനോട്, ഞാൻ പറഞ്ഞാൽ കുട്ടികൾ കേൾക്കൂല. എന്നാ ആര് പറഞ്ഞാൽ ആ കുട്ടികൾ കേൾക്കേണ്ടത് ശരിക്ക്? ഉമ്മല്ലേ. ഹമലത്തുഹു ഉമ്മുഹു വഹ്നൻ അലാ വഹ്ൻ. ബലഹീനതയുടെ മേലെ ബലഹീനത സഹിച്ചുകൊണ്ട് അവനെ ഗർഭം ചുമന്നതും പ്രസവിച്ചതും അവന്റെ പെണ്ണ് ബലഹീനയാണ്. ആ ബലഹീനത ഉള്ളതോടുകൂടെയാണ് പിന്നെയും ഗർഭിണിയായി ബലഹീനതയിലേക്ക് പോകുന്നത്. അതാണ് വഹ്നൻ അലാ വഹ്ൻ, ബലഹീനതയുടെ മേലെ ബലഹീനത. ഇത്രയേറെ ബലഹീനത സഹിച്ച് നിന്റെ ഉമ്മ നിന്നെ പ്രസവിച്ചിട്ട് ആ ഉമ്മ പറയുന്നത് കേൾക്കാൻ കുട്ടികൾ തയ്യാറാകുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാ ഈ മദ്രസയല്ല? ഉമ്മ പറയാൻ ഞാൻ പറഞ്ഞാൽ കുട്ടികൾ കേൾക്കില്ല, നിങ്ങൾ പറഞ്ഞാളി. ഓ, അപ്പൊ എന്നാലും സമാധാനം. ബാപ്പാനനുസരിക്കുന്നുണ്ടല്ലോ. ബാപ്പാനനുസരിക്കുന്ന ദീനുള്ളത് കൊണ്ടല്ല, ബാപ്പാന്റെ കയ്യൂക്ക് പഠിച്ചിട്ടാ. മദ്രസയെ പഠിച്ച ഖുർആൻ പഠിച്ചിട്ടും ഹദീസ് പഠിച്ചിട്ടും മദ്രസയെ പഠിച്ച പൊരുത്തം കൊണ്ടാണെങ്കിൽ ഇമ്മാനല്ലേ ആദ്യം അനുസരിക്കേണ്ടത്. അപ്പൊ നമുക്ക് സ്വർഗത്തേക്ക് പോകണമെങ്കിലേ മാതാക്കളും മാതാപിതാവ് ഉസ്താദുമാര്
ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട നമ്മുടെ വഴികളാണ്. വയലൊക്കെ കേൾക്കുമ്പോൾ ഇതൊക്കെ നമ്മൾ വളരെ കാത്തു സൂക്ഷിക്കണം. ബഹുമാനപ്പെട്ട ബാപ്പ മുസ്ലിയാർ ശൈഖുന നമ്മുടെ സദസ്സിലേക്ക് വരുന്നുണ്ട്. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. ബഹുമാനികളെ, ബഹുമാനപ്പെട്ടവർ നമ്മുടെ മജ്‌ലിസിലെത്തി. ഞാൻ നേരത്തെ പറഞ്ഞ ഉസ്താദ് വരുന്നതുവരെ, ശൈഖുന വരുന്നതുവരെയാണ് എന്റെ സംസാരം. പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെ സൂക്ഷിക്കുക. ഇനി അതിമഹത്തായ ഒരു ദുആ മജ്‌ലിസിലേക്ക് നമ്മൾ പ്രവേശിക്കാം. എവിടെങ്കിലും പുറത്തൊക്കെ ആളുകളുണ്ടെങ്കിൽ പരിമിതമായ സീറ്റുകളേ ഉള്ളൂ. ആ ഉള്ള സീറ്റിലൊക്കെ വന്നിരുന്ന് ഈ സദസ്സ് അലങ്കരിക്കുക. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ കിട്ടുന്ന ഒരു വലിയ ഭാഗ്യമാണ് ഈ സദസ്സ്. അല്ലാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. ദുആക്ക് ഇജാബത്തുള്ള മജ്‌ലിസായി ഈ മജ്‌ലിസിനെ അല്ലാഹു പൊരുത്തപ്പെടുമാറാവട്ടെ. ബഹുമാനികളെ, നമ്മൾ ഈ പറഞ്ഞതും കേട്ടതൊക്കെ സ്വാലിഹ് അമലായി അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. നമ്മൾ മരിച്ചുപോയ മാതാപിതാക്കൾ, ഉസ്താദുമാരുടെ ദർജ അല്ലാഹു ഉയർത്തിക്കൊടുക്കുമാറാവട്ടെ. ബഹുമാനപ്പെട്ട കണ്ണീറ്റ് ഉസ്താദിന്റെ ദർജ അല്ലാഹു ഉയർത്തിക്കൊടുക്കുമാറാവട്ടെ. ഈ മാസത്തിൽ വഫാത്തായ ബഹുമാനപ്പെട്ട ശൈഖുന ശംസുൽ ഉലമയുടെ ദർജ അല്ലാഹു ഉയർത്തിക്കൊടുക്കുമാറാവട്ടെ. ബഹുമാനപ്പെട്ട ഗൗസുൽ ആലമിന്റെ ദർജ അല്ലാഹു ഉയർത്തുമാറാവട്ടെ. ആ മഹാന്മാരോടുകൂടെ നമ്മെയും നമ്മുടെ കുടുംബത്തെയും നമ്മെ സ്നേഹിക്കുന്നവരെയും അല്ലാഹു ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി തരുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.